ഗുഡ് ഈവനിങ് ഡിയർ ആസ്പിറൻസ്. അനന്ത IAS ഡെയിലി ന്യൂസ് അനാലിസിസ് സെഷനിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുക. സോ നമുക്ക് നമ്മളുടെ ഫസ്റ്റ് ആർട്ടിക്കിളിലേക്ക് പോകാം. ഇന്ന് ഇന്റർഫേസിൽ ചെറിയൊരു ചേഞ്ച് ഉണ്ട്. എന്നെ ഇരുന്ന് കണ്ട് പഠിത്തുകൊണ്ട് നമ്മളൊന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് വിചാരിച്ചു. ഓക്കെ, സോ നമുക്ക് ഫസ്റ്റ് ആർട്ടിക്കിളിലേക്ക് പോകാം. ഫസ്റ്റ് ആർട്ടിക്കിൾ ഈസ് റിലേറ്റഡ് ടു സോൾട്ട് വാട്ടർ ക്രോക്കഡൈലിനെ കുറിച്ചാണ്. അതായത് ഒഡീഷ തീരം, പെർട്ടിക്കുലർലി സുന്ദർബൻ ഡെൽറ്റയോട് ചേർന്ന്. സുന്ദർബൻ ഡെൽറ്റ എന്ന് പറയുന്നത് എവിടെയാണ്? സുന്ദർബൻസ് കണ്ടൽ കാടുകൾ. നമ്മൾ കണ്ടൽ കാടുകളെ കുറിച്ച് പഠിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സുന്ദർബൻ ഡെൽറ്റ വെസ്റ്റ് ബംഗാളിലും ബംഗ്ലാദേശിനോടും ഒഡീഷ തീരങ്ങളോടും ചേർന്ന് കിടക്കുന്ന ഒരു ഡെൽറ്റ സമൂഹങ്ങളെയാണ് ഈ സുന്ദർബൻ ഡെൽറ്റാസ് എന്ന് പറയുന്നത്. സോ അവിടെ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് അല്ലെങ്കിൽ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് സോൾട്ട് വാട്ടർ ക്രോക്കഡൈലുകളെ നമ്മൾ ഒന്ന് അനലൈസ് ചെയ്യുകയാണ്. അവരുടെ എണ്ണം നമ്മൾ എടുക്കുകയാണ്. ഓക്കെ, സോ എടുത്തു കഴിഞ്ഞപ്പോൾ നമുക്ക് എന്ത് കിട്ടി? കഴിഞ്ഞ വർഷങ്ങളെക്കാളും കൂടുതൽ, അതായത് കഴിഞ്ഞ സെൻസസുകൾ എടുക്കുന്നതിനേക്കാളും കൂടുതൽ എണ്ണം ഇപ്പോ നിലവിലുണ്ട് എന്ന് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിച്ചു. ഓക്കെ, സോ ഈ ഒരു പത്രവാർത്തയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്ത് ചെയ്യാൻ പോകും? നമ്മൾ സോൾട്ട് വാട്ടർ ക്രോക്കഡൈലിനെ ഒന്ന് അനലൈസ് ചെയ്യാൻ പോകും. ഓക്കെ, സോൾട്ട് വാട്ടർ ക്രോക്കഡൈൽ എക്കോളജിക്കലി അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്പീഷീസ് ഒന്നും അല്ല. കാരണം എന്താണ്? അത് അത്ര കൺസേൺ അല്ല, എൻഡേഞ്ചർഡ് ആയിട്ടുള്ള സ്പീഷീസ് ഒന്നും അല്ല നമ്മൾ കാണും. സോ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് ഏതൊക്കെ സ്പീഷീസ് അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് ഏതൊക്കെ ക്രോക്കഡൈൽ സ്പീഷീസുകൾ ഇന്ത്യയിലുണ്ട് അല്ലെങ്കിൽ ഇന്ത്യയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു എന്ന് നമ്മൾ നോക്കാം. ഓക്കെ, ദെൻ പെർട്ടിക്കുലർലി ഒഡീഷയുമായി ബന്ധപ്പെട്ട് എക്കോളജിക്കലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്ന് രണ്ട് ഫാക്ടുകൾ നമ്മൾ ഒന്ന് അനലൈസ് ചെയ്തിട്ട് നമ്മളിവിടെ കടന്നു പോകും. ഓക്കെ, സോ ഒഡീഷ തീരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്കോളജിക്കലി കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്ഥലമാണ്. ഇക്കോളജി ആൻഡ് എൻവിറോൺമെന്റ് പാർട്ടിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്ഥലങ്ങളാണ് ഈ ഒഡീഷ തീരങ്ങൾ. പെർട്ടിക്കുലർലി ഭിതർകണിക നാഷണൽ പാർക്ക് പോലെയുള്ള നാഷണൽ പാർക്കുകൾ നമുക്ക് കാണാൻ പറ്റും. ഭിതർകണിക നിങ്ങൾ പേടിച്ചോടേണ്ട കാര്യമൊന്നുമില്ല. ഭിതർകണിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. സോ നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് അനലൈസ് ചെയ്യാം. സോ ഈ സോൾട്ട് വാട്ടർ ക്രോക്കഡൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇതൊരു ക്രോക്കഡൈൽ ആണ്, പേരിൽ തന്നെ ഉണ്ട്. എന്താണ്? ഉപ്പ് വെള്ളത്തിൽ ജീവിക്കുന്ന ക്രോക്കഡൈൽസ് ആണ്. ഇന്ത്യയിൽ മാത്രമാണ് ഇത് കാണുന്നത്? അല്ല, ഇന്ത്യയിൽ മാത്രമല്ല ഈ ക്രോക്കഡൈൽ സ്പീഷീസുകൾ കാണുന്നത്. എവിടെയൊക്കെ കാണുന്നുണ്ട്? മേജർലി ഏഷ്യാറ്റിക് റീജിയനുകളിൽ മിക്കയിടത്തും കാണുന്നുണ്ട്. എങ്ങനെയാണ്? ഇന്ത്യൻ ഓഷ്യൻ റീജിയനിൽ കാണുന്നുണ്ട്, പസഫിക് ഓഷ്യന്റെ സൈഡുകളിൽ കാണുന്നുണ്ട്. അതൊക്കെ എവിടെ വരുന്നു? അതായത് പെർട്ടിക്കുലർലി ബംഗ്ലാദേശ്, മലേഷ്യ, ഇന്തോനേഷ്യ, ബർമ. നമ്മൾ ഈ രാജ്യങ്ങളിലേക്ക് മൈൻഡ് മാപ്പ് ആക്കി ഓർക്കുന്നുണ്ടോ? എങ്ങനെയായിരുന്നു മൈൻഡ് മാപ്പ് ആക്കിയത്? ഇന്ത്യയുടെ തൊട്ടപ്പുറത്ത് മ്യാൻമർ ഉണ്ട്. മ്യാൻമറിന്റെ താഴെ ആരാണുള്ളത്? മ്യാൻമറിന്റെ താഴെ പിടിപിടിക്കുന്ന തായ്ലൻഡും കംബോഡിയയും ഉണ്ട്. അങ്ങനെ നമ്മള് സൗത്ത് ഈസ്റ്റ് ഏഷ്യയുടെ ഒരു മാപ്പ് ക്രിയേറ്റ് ചെയ്ത് ഓർക്കുന്നുണ്ടോ? മൈൻഡ് മാപ്പ്. ലാവോസ് കിടപ്പുണ്ട്, വിയറ്റ്നാം കിടപ്പുണ്ട്, താഴെയാണെങ്കിൽ ഇന്തോനേഷ്യ, അതിന്റെ മുകളിലായിട്ട് മനില ക്യാപിറ്റലാക്കി വരുന്ന ആരുണ്ട്? മനില ക്യാപിറ്റലാക്കി വരുന്ന ഫിലിപ്പീൻസ് ഉണ്ട്. സോ മൈൻഡ് മാപ്പ് നമ്മൾ പേരുകൾ കേട്ട് കഴിഞ്ഞപ്പോൾ ഉടനെ നമ്മുടെ മനസ്സിലേക്ക് നമ്മളുടെ സൗത്ത് ഈസ്റ്റ് ഏഷ്യയുടെ മൈൻഡ് മാപ്പ് ഉണ്ട്. സോ എനിക്ക് മനസ്സിലായി, മൈൻഡ് മാപ്പ് എന്റെ മനസ്സിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് മനസ്സിലായത് എന്താണ്? സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലെ പ്രധാനമായിട്ടും കണ്ടുവരുന്ന ഒരു സ്പീഷീസ് ആണ് അല്ലെങ്കിൽ ഒരു ജീവി വർഗമാണ് ഈ സോൾട്ട് വാട്ടർ ക്രോക്കഡൈൽസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിൽ പ്രധാനമായിട്ടും കണ്ടുവരുന്ന ഒരു സ്പീഷീസ് ആണ്. അപ്പൊ ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അത് തെറ്റാണ്. UPSC ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ചോദിക്കുകയാണ്: സോൾട്ട് വാട്ടർ ക്രോക്കഡൈൽ ഈസ് എൻഡമിക് ടു ഇന്ത്യൻ കോണ്ടിനെന്റ്. ഇന്ത്യൻ കോണ്ടിനെന്റിൽ മാത്രമാണ് സോൾട്ട് വാട്ടർ സ്പീഷീസ് ഉള്ളത്. ശരിയാണോ തെറ്റാണോ? തെറ്റാണ്. ബംഗ്ലാദേശിലുണ്ട്, മലേഷ്യയിലുണ്ട്, ഇന്തോനേഷ്യയിലുണ്ട്. സോ ആ ഒരു തീരങ്ങളിലെല്ലാം ഈ സോൾട്ട് വാട്ടർ ക്രോക്കഡൈൽ ഉണ്ട്. ഓസ്ട്രേലിയയിൽ കാണാം, സോളമൻ ഐലൻഡുകളിൽ കാണാം. ഇന്ത്യയിലെ പ്രധാനമായിട്ടും ഏത് തീരങ്ങളിലാണ്? ഇന്ത്യയിൽ പ്രധാനമായിട്ടും ബേ ഓഫ് ബംഗാൾ തീരത്തിനോട് ചേർന്നിട്ടാണ് ഈ സോൾട്ട് വാട്ടർ ക്രോക്കഡൈലിന്റെ ആവാസ വ്യവസ്ഥ നിലകൊള്ളുന്നത്. പെർട്ടിക്കുലർലി സുന്ദർബൻ, ഭിതർകണിക നാഷണൽ പാർക്ക്. ഭിതർകണിക നാഷണൽ പാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒഡീഷ തീരത്തുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നാഷണൽ പാർക്കാണ് ഈ ഭിതർകണിക നാഷണൽ പാർക്ക് എന്ന് പറയുന്നത്. ദെൻ ആൻഡമാൻ ആൻഡ് നിക്കോബാർ തീരങ്ങൾ. ഇങ്ങനെ പ്രധാനപ്പെട്ട ഈ ബേ ഓഫ് ബംഗാളിനോട് ചേർന്നിട്ടാണ് നമ്മുടെ ഈ സോൾട്ട് വാട്ടർ ക്രോക്കഡൈൽസ് ജീവിക്കുന്നത്. ദെൻ
ഇതിന്റെ IUCN സ്റ്റാറ്റസ്, ഇത് എൻഡേഞ്ചർഡ് ആണ് അല്ലെങ്കിൽ ഇതിന്റെ ഇപ്പോ എത്ര എണ്ണം ഉണ്ട് എന്ന് നമ്മൾ അനലൈസ് ചെയ്യാം. IUCN സ്റ്റാറ്റസ് എടുത്ത് നോക്കുന്നത് സോൾട്ട് വാട്ടർ ക്രോക്കഡൈൽസ് അത്ര എണ്ണത്തിൽ കൂടുതലാണ്, അത്ര വലിയ ഡേഞ്ചേർഡ് സിറ്റുവേഷനിലൊന്നുമല്ല. സോ അവരതിനെ എന്ത് ചെയ്തു, ലീസ്റ്റ് കൺസേൺ എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലേക്ക് അതിനെ ഇൻക്ലൂഡ് ചെയ്തു. ലീസ്റ്റ് കൺസേൺ പേടിക്കാനായിട്ടൊന്നുമില്ല, ഒരുപാടുണ്ട് ലോകത്തിൽ എണ്ണം എടുക്കുമ്പോൾ അത് ഒരുപാടുണ്ട്. സോ ഇന്ത്യയിൽ നമ്മൾ എണ്ണം എടുത്തപ്പോ ഇന്നത്തെ പത്രവാർത്ത എന്താ പറയുന്നത്, ഇന്ത്യയിൽ എണ്ണം എടുത്തു കഴിഞ്ഞപ്പോ അതിന്റെ എണ്ണം കൂടുന്നതായിട്ട് നമ്മൾ കണ്ടു. കഴിഞ്ഞ വർഷത്തെക്കാളും 2024 ഇന്ത്യയിലെ എണ്ണം കൂടുന്നതായിട്ട് കണ്ടു. ഓക്കെ, IUCN ലിസ്റ്റില് ലീസ്റ്റ് കൺസേൺ ആണ്. സൈറ്റില് അപ്പൻഡിക്സ് ആണ്. സൈറ്റ്സ് എന്ന് പറയുന്നത് ഒരു ഗ്ലോബൽ എഗ്രിമെന്റ് ആണ് സൈറ്റ്സ് എന്ന് പറയുന്നത്. ദെൻ ഇന്ത്യൻ പ്രൊട്ടക്ഷൻ ആണെങ്കിൽ ഇന്ത്യൻ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിന്റെ അണ്ടറിലാണ് എന്ത് ചെയ്യുന്നത്, ജീവിവർഗങ്ങളെ ക്രമീകരിച്ചത്. സോ അതിന്റെ ഷെഡ്യൂൾ 1 എന്ത് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്, നമ്മൾ ഈ സോൾട്ട് വാട്ടർ ക്രോക്കഡൈൽസിനെ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കും. നിങ്ങൾ സോൾട്ട് വാട്ടർ ക്രോക്കഡൈലിനെ കുറിച്ചിട്ട് മറന്നു കളഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു കുഴപ്പമില്ല. പക്ഷേ നിങ്ങൾ ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു സ്പീഷീസ് ആണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇന്ത്യയുടെ പരമോന്നത എക്സാമിനേഷൻ എഴുതാനായിട്ടാണ് പോകുന്നത്. സോ അതുകൊണ്ട് ഗരീൽസിനെ കുറിച്ചിട്ട് നമ്മൾ ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കും. ഓക്കെ, എന്തുകൊണ്ടാണ് ഗരീൽസ് ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഇവിടെ എഴുതിയിരിക്കുന്നത് കാണാൻ പറ്റുന്നില്ല, സ്ലൈഡ്സ് ആയതുകൊണ്ടാണ് സോറി കാണുമ്പോഴെങ്കിൽ ഞാൻ ഫോണ്ട് ചേഞ്ച് ചെയ്യും. അതായത് ഗരീൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്രോക്കഡൈലിന്റെ ഒരു സ്പീഷീസ് ആണ്, അല്ലെങ്കിൽ ക്രോക്കഡൈലിനോട് സമാനമായിട്ട് സാമ്യമുള്ള ഒരു സ്പീഷീസ് ആണ് ഗരീൽസ് എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾ ഇവിടെ നോക്കുക, സോൾട്ട് വാട്ടർ ക്രോക്കഡൈൽ എന്ന് പറയുന്ന ഒരു സ്പീഷീസ്. ദെൻ എന്താണ് മഗ്ഗർ ക്രോക്കഡൈൽസ് എന്ന് പറഞ്ഞ ഒരു സ്പീഷീസ്. ദെൻ മറ്റൊരു സ്പീഷീസ് ആണ് ഈ ഗരിയൽസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതില് ഇന്ത്യൻ സ്പെസിഫിക്കില് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്പീഷീസ് ആണ് ഈ ഗരിയൽസ് എന്ന് പറയുന്നത്. നിങ്ങൾ നോക്കി, സോൾട്ട് വാട്ടർ ക്രോക്കഡൈലിനെ പോലെ ഒരു നീണ്ട ഒരു ശരീരഭാഗമാണ്, പക്ഷെ ചുണ്ട് എങ്ങനെയായിരിക്കുന്നത്, ചുണ്ട് ദീർഘ ആകൃതിയിലാണ്, അതായത് നേരെ ഒരു ലൈൻ പോലെ ഇരിക്കും, അറ്റത്തൊരു കൊലിപ്പുണ്ട്. അങ്ങനത്തെ ഒരു സുന്ദരകരമായിട്ടുള്ള ഒരു ജീവിയാണ് ക്രോക്കഡൈലിനെ വെച്ച് നോക്കുമ്പോൾ അതിന്റെ സൗന്ദര്യമുള്ള ഒരു ജീവിയാണ് നമ്മുടെ ഈ ഗരിയൽസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, കാണാൻ ഒരു ക്രോക്കഡൈലിനെ പോലെ ഇരിക്കുന്നത് ക്രോക്കഡൈൽ അല്ല. ഇതെന്താണ്, ഇത് പെർട്ടിക്കുലർലി ഫ്രഷ് വാട്ടറിലും കൂടി ജീവിക്കുന്ന ഒരു സ്പീഷീസ് ആണ്. ഇന്ത്യയിലെ ചമ്പൽ ഭൂമിയിൽ അല്ലെങ്കിൽ ചമ്പൽ റിവറിനോട് ചേർന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഏരിയാസിലാണ് ഈ ഗരിയൽസ് പ്രധാനമായിട്ടും കണ്ടുവരുന്നത്. ഓക്കെ, സോ നമ്മൾ സോൾട്ട് വാട്ടർ ക്രോക്കഡൈലിനെ കുറിച്ച് പഠിച്ചപ്പോൾ UPSC ആംഗിളിൽ എന്തുകൂടി പഠിച്ചു, ഗരിയൽസിനെ കുറിച്ച് പഠിച്ചു. ഗരിയൽസ് ഇന്ത്യയിൽ ഇമ്പോർട്ടന്റ് ആണ്, സോൾട്ട് വാട്ടർ സ്പീഷീസ് അത്ര ഇമ്പോർട്ടന്റ് അല്ല, കാരണം എന്താണ്, ലീസ്റ്റ് കൺസേൺ ആണ് IUCN ലിസ്റ്റ് പ്രകാരം. അപ്പൊ നമ്മൾ ഗരിയൽസിലേക്ക് നമ്മുടെ ചർച്ച മാറ്റി. ഗരിയൽസ് എന്താണ്, ക്രിറ്റിക്കലി എൻഡേഞ്ചേർഡ് ആണ്. ഇവിടെ നിങ്ങൾക്ക് ചിലപ്പോൾ കാണാൻ പറ്റില്ല സ്ക്രീനിൽ, ഇതിന്റെ IUCN സ്റ്റാറ്റസ് എന്ന് പറയുന്നത് ക്രിറ്റിക്കലി എൻഡേഞ്ചേർഡ് ആണ്. ഇവിടെ ഞാൻ എഴുതിയിട്ടുണ്ട്, ഡാർക്ക് ലെറ്റേഴ്സ് ആയതുകൊണ്ട് മനസ്സിലാവാത്തതാണ്. ഓക്കെ, മഗ്ഗർ ക്രോക്കഡൈൽ വൾനറബിൾ സ്പീഷീസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഓക്കെ ആണോ? സോ ഗരിയൽസ് എന്താണ്, ക്രിറ്റിക്കലി എൻഡേഞ്ചേർഡ് സ്പീഷീസ് ആണ്. ദെൻ ഇത് എങ്ങനെ ചലിക്കുന്നത് അറിയാം, അതായത് ഇത് ചലിക്കുന്നത് മുന്നോട്ട് പോകുമ്പോൾ ഇതിനെ പെർട്ടിക്കുലർലി ഇത് വേവ്സ് പുറപ്പെടുവിക്കുന്നു. ഈ ഗരിയൽസ് പറയുന്നത് വേവ്സ് പുറപ്പെടുവിക്കും, അതിന്റെ റിഫ്ലക്ഷനിലൂടെയാണ് ഇതിന്റെ ദിശ, സഞ്ചാരപാത ഇത് നിർണ്ണയിക്കുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ? ഗരിയൽസിനെ കുറിച്ചിട്ട് ഏകദേശം ഒരു ഐഡിയ കിട്ടിയല്ലോ. നമ്മുടെ ക്രോക്കഡൈൽ കൂട്ടങ്ങളിൽ ഏറ്റവും സുന്ദരമായിട്ടുള്ള സ്പീഷീസ് ആണ്, ഏറ്റവും ഹാൻസം ആയിട്ടുള്ള സ്പീഷീസ് ആണ്. ഹാൻസം ഞാൻ പറഞ്ഞതാണ്, സയന്റിഫിക്കലി ഹാൻസം ആണോ എന്ന് എനിക്കറിയില്ല, ഞാൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞൊരു കാര്യമാണ്. പ്രധാനമായിട്ടും എവിടെയാണ്, നമ്മുടെ ചമ്പൽ റിവറിനോട് ചേർന്നിട്ടുള്ള പ്രദേശങ്ങളിലാണ് ഈ ഗരിയൽസ് കാണുന്നത്. So garials, sometimes called gavials, are distinguished by their long, thin snouts. മനസ്സിലായോ? ഈ ഒരു ദീർഘമായിട്ടുള്ള ലോങ് ആയിട്ടുള്ള അവരുടെ അക്കുനിപ്പ് അല്ലെങ്കിൽ വായുകൊണ്ടാണ് അതിനെ പ്രത്യേകമായിട്ട് നമ്മൾ തിരിച്ചറിയുന്നത്. എക്സ്ക്ലൂസീവ്ലി ഇൻ ഫ്രഷ് വാട്ടർ സ്പീഷീസ്. സോ ഒരു പ്രത്യേകത നമ്മൾ പഠിച്ചു, ഇറ്റ്സ് എ ഫ്രഷ് വാട്ടർ സ്പീഷീസ്. സോൾട്ട് വാട്ടർ ക്രോക്കഡൈൽ ഈസ് എ സോൾട്ട് വാട്ടർ സ്പീഷീസ് അല്ലെങ്കിൽ ഒരു സീ വാട്ടർ സ്പീഷീസ് ആണ്. ഇത് ഫ്രഷ് വാട്ടർ സ്പീഷീസ് ആണ്.
ഇവിടെ ചമ്പൽ മൃഗങ്ങളുമായി ബന്ധപ്പെട്ട് ഫ്രഷ് വാട്ടർ എന്ന് പറയുമ്പോൾ പെർട്ടിക്കുലർലി നമ്മളുടെ ഒഡീഷ തീരങ്ങളിലൊന്നും കാണില്ല പ്രധാനമായിട്ടും. ഒഡീഷയിൽ ഉണ്ട്. ദെൻ പെർട്ടിക്കുലർലി വരുന്നത് ചമ്പൽ തീരങ്ങളിലാണ്. ചമ്പൽ റിവറിനോട് ചുറ്റിപ്പറ്റി കിടക്കുന്ന പ്രദേശങ്ങളിലാണ് പ്രധാനമായിട്ടും എന്തിനെ കാണുന്നത്? നമ്മളുടെ ഈ ഗരിയൽസിനെ നമ്മൾ കാണുന്നത്. ഓക്കെ ആണല്ലോ. സോ ഗരിയൽസിനെ പഠിച്ചല്ലോ. IUCN സ്റ്റാറ്റസ് എന്താണ്? എൻഡേഞ്ചേർഡ് സ്പീഷീസ് ആണ്. ഓക്കെ ആണോ? ദെൻ നമ്മൾ നെക്സ്റ്റ് സിഗ്നിഫിക്കൻസ് എക്കോളജിക്കൽ ഇൻഡിക്കേറ്റർ ആണ് കൺസർവേഷൻ എഫേർട്സ്. എന്തുകൊണ്ടാണ് നമ്മൾ ഈ സോൾട്ട് വാട്ടർ ക്രോക്കഡൈലിന്റെ എണ്ണം എടുക്കാറുള്ളത്? നമുക്ക് വേറെ വല്ല സ്പീഷീസിന്റെ എണ്ണം എടുക്കുന്നത് ലീസ്റ്റ് കൺസേൺ ആയിട്ടുള്ള സ്പീഷീസ് അല്ല. നമ്മൾ എന്തിനാണ് ഈ സോൾട്ട് വാട്ടർ ക്രോക്കഡൈലിന്റെ എണ്ണം എടുക്കുന്നത്? ആ പൈസ അല്ല പാവങ്ങൾക്ക് അരി വാങ്ങിച്ചു കൊടുത്തിട്ട് നമുക്ക് ഇല്ല. ഇങ്ങനെയുള്ള സ്പീഷീസുകൾ പെർട്ടിക്കുലർലി എന്താണെന്ന് പറയാം. ഫ്ലാഗ്ഷിപ്പ് സ്പീഷീസുകൾ ആണെങ്കിൽ അല്ലെങ്കിൽ ഏറ്റവും ടോപ്പ് മോസ്റ്റിലുള്ള സ്പീഷീസ് ആണ്. ഓക്കെ, അംബ്രല സ്പീഷീസ് എന്ന് നമ്മൾ ഇതിനെ വിളിക്കും. അതായത് ഒരു ടോപ്പ് മോസ്റ്റ് പ്രെഡേറ്റർ ആയിരിക്കും. എക്സാമ്പിൾ സിംഹം അല്ലെങ്കിൽ ആന. എന്തിനാണ് നമ്മൾ ഈ ടൈഗർ റിസർവുകൾ ക്രിയേറ്റ് ചെയ്യുന്നത്? ടൈഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അംബ്രല സ്പീഷീസ് ആണ്. അംബ്രല സ്പീഷീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൃഗം അതിന്റെ അടിയിലേക്ക് വന്നു നിൽക്കുമ്പോൾ ഇതിനെ കാത്തു സൂക്ഷിക്കുന്നതാണോ? ആ അംബ്രലയാണോ? അല്ല. ഒരു ടൈഗറിനെ നമ്മൾ സംരക്ഷിച്ചു കഴിഞ്ഞാൽ അതിന്റെ താഴെ ഫുഡ് ചെയിനിൽ അതിന്റെ താഴെ വരുന്ന മറ്റുള്ള സ്പീഷീസുകളെല്ലാം ഓട്ടോമാറ്റിക്കലി നമ്മൾ കൺസർവ് ചെയ്യുന്നതിന് തുല്യമാണ്. ഓക്കെ ആണോ? സോ അംബ്രല സ്പീഷീസ് എന്താണെന്ന് മനസ്സിലായല്ലോ. സോ അതുകൊണ്ടാണ് നമ്മൾ ടൈഗർ റിസർവുകളെ പ്രൊമോട്ട് ചെയ്യുന്നത്. ടൈഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എണ്ണത്തിൽ കുറവാണ്. അതിനെ പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ പ്രൊട്ടക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? സോ എവിടെയോ വെച്ച് കെട്ടായിരുന്നു. ഇപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ട് വന്നിരുന്നത് നമ്മളുടെ ഗരിയൽസിനെ കുറിച്ചിട്ടാണ്, ഗരിയൽസിന്റെ കൺസർവേഷനെ കുറിച്ചിട്ടാണ്. സോ അംബ്രല സ്പീഷീസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ടോപ്പ് മോസ്റ്റ് ആയിട്ടുള്ള സ്പീഷീസിനെ നമ്മൾ കൺസർവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ബാക്കിയുള്ള സ്പീഷീസുകളെ എല്ലാം അല്ലെങ്കിൽ ബാക്കിയുള്ള അതിന്റെ താഴെ വരുന്ന സ്പീഷീസുകളെ എല്ലാം ഓട്ടോമാറ്റിക്കലി പ്രൊട്ടക്ട് ചെയ്യും. സോ അതുകൊണ്ടാണ് നമ്മൾ ഒഡീഷ തീരങ്ങളോട് ചേർന്നിട്ട് ഭിതർകണിക നാഷണൽ പാർക്കിനോട് ചേർന്നിട്ടുള്ള സ്ഥലങ്ങളിൽ നമ്മൾ ക്രോക്കഡൈൽസിനെ സംരക്ഷിച്ചു പോകുന്നത്. അതിന് അത് അപ്പെക്സ് പ്രെഡേറ്റർ ആണ്. ക്രോക്കഡൈലിനെ തിന്നുന്ന മറ്റൊരു പ്രെഡേറ്റർ ഇല്ല. ഓക്കെ, മനസ്സിലായോ? സോ അതുകൊണ്ട് ബാക്കിയുള്ള സ്പീഷീസുകളും അവിടെ സപ്പോർട്ട് ചെയ്തു പോകും. ഓക്കെ, ഇതാണ് ഗരിയൽസിന്റെ കാര്യത്തിൽ എക്കോളജിക്കൽ സംഭവം. സോ ഗരിയൽസ് പഠിച്ചല്ലോ. എന്താണ് ഗരിയൽസ് പഠിച്ചത്? ദെൻ ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യം. സോ നമ്മൾ എന്ത് പഠിച്ചു? ക്രോക്കഡൈൽസിനെ കുറിച്ച് പഠിച്ചു, സോൾട്ട് വാട്ടർ ക്രോക്കഡൈലിനെ കുറിച്ച് പഠിച്ചു. ദെൻ മഗ്ഗർ ക്രോക്കഡൈലിനെ നമ്മളൊന്ന് നോക്കിപ്പോയി, അത്ര വലിയ ഇമ്പോർട്ടന്റ് കാര്യമൊന്നുമില്ല. ദെൻ ഇന്ത്യ സ്പെസിഫിക്കലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് നമ്മളുടെ ഗരിയൽസ് ആണ്. ട്രിവാൻഡ്രം സൂവിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മളുടെ മ്യൂസിയത്തിൽ ചെന്ന് കഴിഞ്ഞാൽ എന്ത് കാണാൻ പറ്റും? ഗരിയൽസിനെ നിങ്ങൾക്ക് കാണാൻ പറ്റും. കയറി വരുന്ന വഴിക്ക് ക്രോക്കഡൈൽസിന്റെ ഒക്കെ സെഷനിൽ ഗരിയൽസിനെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പൊ നമ്മൾ ട്രിവാൻഡ്രം സൂവിൽ നമ്മൾ ആരുടെയെങ്കിലും ഒപ്പം പോകുന്നുണ്ടെങ്കിൽ, ഫ്രണ്ട്സിന്റെ ഒപ്പം പോകുന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ പോയിട്ട് എഴുതി വെക്കണം. UPSC ബുക്ക് കൊണ്ട് വേണം നിങ്ങൾ പോകാൻ. എന്നിട്ട് അവിടെ എന്ത് എഴുതി വെക്കണം? ഗരിയൽസ് എന്താണ്? ക്രിറ്റിക്കലി എൻഡേഞ്ചേർഡ് IUCN സ്റ്റാറ്റസ്. ഇന്ത്യയിൽ എവിടെയൊക്കെ കാണാം? ചമ്പൽ എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ ഒരു റിവിഷന് വേണ്ടിയിട്ട് നമ്മൾ നോക്കണം. ഓക്കെ, സോ UPSC ആസ്പിറൻസ് എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. എന്ത് കണ്ടു കഴിഞ്ഞാൽ അവര് പഠിക്കാനുള്ള ഒരു ത്വരമാണ്. ഓക്കെ, സോ ഇത് ഒഡീഷയുടെ മാപ്പാണ് ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇതില് രണ്ട് ഇമ്പോർട്ടൻറ്റ് പ്ലേസുകൾ, രണ്ടല്ല 3 ഇമ്പോർട്ടൻറ്റ് സ്പേസുകൾ നമ്മൾ മനസ്സിലാക്കി. അതിലൊന്നാണ് നമ്മളുടെ ഈ ഭിതർകണിക നാഷണൽ പാർക്ക്. ഓക്കെ, നിങ്ങൾ നോക്കി, ഭിതർകണിക നാഷണൽ പാർക്ക് എന്ന് പറയുമ്പോൾ നമ്മളുടെ ബേ ഓഫ് ബംഗാൾ തീരത്തോട് ചേർന്ന് കിടക്കുന്ന ഒരു നാഷണൽ പാർക്കാണ് ഈ ഭിതർകണിക നാഷണൽ പാർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഭിതർകണിക നാഷണൽ പാർക്ക്. രണ്ടാമത് എന്താണ് ഭിതർകണിക നാഷണൽ പാർക്കിന്റെ പ്രത്യേകത? ഭിതർകണിക നാഷണൽ പാർക്കിലാണ് സോൾട്ട് വാട്ടർ ക്രോക്കഡൈലിനെ നമ്മൾ കാണാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, സോൾട്ട് വാട്ടർ ക്രോക്കഡൈലിനെ കാണാൻ പറ്റുന്ന നാഷണൽ പാർക്കിലാണ് ഭിതർകണിക നാഷണൽ പാർക്ക്. ദെൻ ഒഡീഷയിലെ രണ്ടാമത്തെ നാഷണൽ പാർക്കാണ് സിംലിപാൽ നാഷണൽ പാർക്ക്. ഏതാണ്? സിംലിപാൽ നാഷണൽ പാർക്ക്. സോ ഭിതർകണികയുടെ മുകളിലായിട്ട്, നേരെ മുകളിലല്ല, നമ്മൾ ഒരു വര വരച്ചു കഴിയുമ്പോൾ മുകളിലായിട്ടുള്ള നാഷണൽ പാർക്കാണ് സിംലിപാൽ നാഷണൽ പാർക്ക്. മനസ്സിലാവുന്നുണ്ടോ? സിംലിപാൽ നാഷണൽ പാർക്ക് എന്താണ്? ദെൻ നമ്മൾ ഭിതർകണിക നാഷണൽ പാർക്ക് പഠിച്ചു. അവിടെയാണ് സോൾട്ട് വാട്ടർ ക്രോക്കഡൈലിനെ ബംഗാൾ തീരത്തോട് ചേർന്നിട്ടുള്ള നാഷണൽ പാർക്കാണ്
ഭിതർകണിക നാഷണൽ പാർക്ക് പഠിച്ചു. രണ്ടാമത്തെ എന്താണ്? രണ്ടാമത്തത് നമ്മുടെ സിംലിപാൽ നാഷണൽ പാർക്കാണ്. മൂന്നാമത്തെ ഒരു സ്ഥലമാണ്. ഇത് നാഷണൽ പാർക്ക് ഒന്നുമല്ല, പക്ഷേ എക്കോളജിക്കലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ ഗാഹിർമാദ മറൈൻ വൈൽഡ് ലൈഫ് സാങ്ച്വറി. എന്താണ് ഈ ഗാഹിർമാദ മറൈൻ വൈൽഡ് ലൈഫ് സാങ്ച്വറി? ഇതൊരു വൈൽഡ് ലൈഫ് സാങ്ച്വറിയാണ്. എന്താണ് പറഞ്ഞത്? മറൈൻ ആണ്, വെള്ളത്തിലുള്ള ഒരു എക്കോസിസ്റ്റത്തെ സപ്പോർട്ട് ചെയ്യുന്നതിനുള്ള ഒരു വൈൽഡ് ലൈഫ് സാങ്ച്വറിയാണ് ഈ ഗാഹിർമാദ. ഇവിടെ നമ്മൾ ഒരു പെർട്ടിക്കുലർ സ്പീഷീസിനെ കാണാം. ഏതാണ് സ്പീഷീസ്? ആർക്കെങ്കിലും അറിയാം? അറിയാൻ പാടില്ലാത്തത് പുതുതായിട്ട് കേൾക്കുന്നവരൊക്കെ എഴുതി വെക്കുക, ഒന്നുമില്ല. പുതിയൊരു സ്പീഷീസിനെ പഠിക്കുന്നു. ഒലിവ് റിഡ്ലി ടർട്ടിൽസ്. എന്താണ്? ഒലിവ് റിഡ്ലി ടർട്ടിൽസിനെയാണ് നമ്മൾ ഇവിടെ കാണുന്നത്. സോ ഈ ലൈറ്റ് പൊല്യൂഷനൊക്കെ ബന്ധപ്പെട്ട് നമ്മൾ പറയുമ്പോൾ ഈ ഒലിവ് റിഡ്ലി ടർട്ടിൽസ് എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഗാഹിർമാദ തീരങ്ങളിലേക്ക് വന്നിട്ട് മുട്ടയിടും. അവര് ഈ തീരത്തോട് ചേർന്നിട്ടാണ് മുട്ടയിടുന്നത്, അല്ലെങ്കിൽ തീരത്തിന്റെ വെള്ളത്തിലല്ല മുട്ടയിടുന്നത്, കരയിലാണ് മുട്ടയിടുന്നത്. കരയിൽ മുട്ടയിട്ടിട്ട് മുട്ട വിരിയുന്നതിന് മുന്നേ അമ്മ കടലിലേക്ക് പോകും. ഓട്ടോമാറ്റിക്കലി മുട്ട വിരിഞ്ഞിട്ട് കുഞ്ഞുങ്ങൾ എങ്ങനെയൊക്കെ പോകും? കടലിലേക്ക് പോകും. അപ്പോൾ ലൈറ്റ് പൊല്യൂഷൻ കാരണം എന്താ സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവര് ഈ കുഞ്ഞുങ്ങള് ലൈറ്റിന്റെ ദിശയ്ക്കനുസരിച്ചാണ് കടലിനെ കാണുന്നത്. സൂര്യന്റെ ദിശ വരുമ്പോൾ അതിനനുസരിച്ച് അവർ കടലിലേക്ക് പോകും. സോ നമ്മൾ ലൈറ്റ് പൊല്യൂഷൻ കാരണം ഒരുപാട് ലൈറ്റുകൾ നമ്മൾ ഇതിലേക്ക് വെക്കുകയാണ്. സോ സൂര്യനാണെന്ന് തെറ്റിദ്ധരിച്ചിട്ട് ഈ ഒലിവ് റിഡ്ലി ടർട്ടിൽസ് എല്ലാം എങ്ങനെയൊക്കെ പോകും? സ്ട്രീറ്റ് ലൈറ്റിന്റെ അടിയിലേക്ക്, മറ്റ് ഇന്റൻസീവ് ലൈറ്റുകളുടെ അടിയിലേക്ക് പോകും. അത് കാരണം എന്ത് സംഭവിക്കും? അത് കാരണം ഈ റോഡിലേക്ക് ഇറങ്ങി കഴിയുമ്പോൾ ഒലിവ് റിഡ്ലി ടർട്ടിൽസ് വണ്ടികൾ കയറി മരിക്കുക, അങ്ങനെ ഒലിവ് റിഡ്ലി ടർട്ടിൽസ് നശിക്കാനായിട്ട് തുടങ്ങും. സോ ലൈറ്റ് പൊല്യൂഷനുമായി ബന്ധപ്പെട്ട ഒരു സ്പീഷീസ് നമ്മുടെ കാണാം. ലൈറ്റ് പൊല്യൂഷനുമായി ബന്ധപ്പെട്ടല്ല, അതുമായി ബന്ധപ്പെട്ട് വാർത്തകൾ വരുന്ന ഒരു സ്പീഷീസ് ആണ് എന്ത്? ഒലിവ് റിഡ്ലി ടർട്ടിൽസ്. ഏത് വൈൽഡ് ലൈഫ് സാങ്ച്വറിയിലാണ്? നോക്കാന്ന് പറഞ്ഞേ, ഏത് വൈൽഡ് ലൈഫ് സാങ്ച്വറിയിലാണ്? ഗാഹിർമാദ വൈൽഡ് ലൈഫ് സാങ്ച്വറി. ഓക്കെ ആണല്ലോ? രണ്ട് നാഷണൽ പാർക്ക്, ഒരു വൈൽഡ് ലൈഫ് സാങ്ച്വറി. ദെൻ ഇവിടെ പ്രധാനപ്പെട്ട മറ്റൊരു സ്ഥലമുണ്ട്, സിംഹാലേക്ക്. ഇനി നമുക്ക് നെക്സ്റ്റ് ആർട്ടിക്കിളിലേക്ക് പോകാം. നെക്സ്റ്റ് ആർട്ടിക്കിൾ ഈസ് റിലേറ്റഡ് ടു ഗ്രീൻ റെവല്യൂഷൻ. MS സ്വാമിനാഥനെ കുറിച്ചിട്ട് ഇന്ത്യയുടെ മുൻ എക്കോണമിക് അഡ്വൈസർ ആയിട്ടുള്ള, ചീഫ് എക്കോണമിക് അഡ്വൈസർ ആയിട്ടുള്ള, ഫിനാൻസ് ആൻഡ് സെക്രട്ടറി ആയിട്ട് ഇരുന്നിട്ടുള്ള മൊണ്ടേഗ് സിംഗ് അലുവാലിയ എഴുതിയിരിക്കുന്ന ഒരു ഓപ്പൺ എഡിറ്റോറിയൽ ആണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് പോകുന്നത്. സോ ആരായിരുന്നു മൊണ്ടേഗ് സിംഗ് അലുവാലിയ? മൊണ്ടേഗ് സിംഗ് അലുവാലിയ എന്ന് പറയുന്നത് ഇന്ത്യയിൽ 1903 മുതൽ ഇന്ത്യയുടെ എക്കോണമിക് അഡ്വൈസർ ആയിട്ട്, അതായത് അദ്ദേഹം ഒരു സീനിയർ സിവിൽ സർവന്റ് ആണ്, പക്ഷേ IAS പരീക്ഷ പാസ്സായിട്ടല്ല അദ്ദേഹം സിവിൽ സർവന്റ് ആയിട്ട്. ലാറ്ററൽ എൻട്രി വഴിയാണ്. അദ്ദേഹം ഒരു എമിനന്റ് എക്കോണമിസ്റ്റ് ആണ്. വേൾഡ് ബാങ്കിന്റെ തലവനായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. തലവനല്ല, വേൾഡ് ബാങ്കിൽ അണ്ടർ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. സെക്രട്ടറി ആയിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. അണ്ടർ സെക്രട്ടറി എന്ന് പറഞ്ഞ പോസ്റ്റ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. സെക്രട്ടറി ആയിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. USA വിഖ്യാതമായിട്ടുള്ള റോഡ്സ് സ്കോളർഷിപ്പ് എക്സാമിനേഷൻ പാസ്സായിട്ടുള്ള ഒരാളാണ്. സോ റോഡ് സ്കോളർഷിപ്പ് എക്സാമിനേഷൻ പാസ്സായിട്ടുള്ള പലരും ലോകത്തിന്റെ പല കീ പൊസിഷനുകളിൽ ഇരിക്കുന്നവരാണ്. സോ അതുപോലെ ഇന്ത്യയുടെ വൺ ഓഫ് ദി കീ പൊസിഷനിൽ ഇരിക്കുന്ന ഒരാളാണ് ആര്? MS സ്വാമിനാഥൻ. അദ്ദേഹം മൊണ്ടേഗ് സിംഗ് അലുവാലിയ. സോ മൊണ്ടേഗ് സിംഗ് അലുവാലിയ MS സ്വാമിനാഥനെ കുറിച്ചിട്ട് എഴുതിയിട്ടുള്ള ഒരു ആർട്ടിക്കിൾ ആണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ MS സ്വാമിനാഥനെ കുറിച്ചിട്ട് എഴുതിയിരിക്കുന്ന ഒരു ആർട്ടിക്കിൾ ആണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഇതില് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്തിനെ കുറിച്ചിട്ടാണ്? നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗ്രീൻ റെവല്യൂഷനെ കുറിച്ചിട്ടാണ്. എന്താണ് ഗ്രീൻ റെവല്യൂഷൻ? അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. സോ ഒരു 5 മിനിറ്റിൽ നമുക്ക് തീർക്കാൻ പറ്റുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഗ്രീൻ റെവല്യൂഷന്റെ പിതാവാരാണ്? MS സ്വാമിനാഥൻ അല്ലേ? എന്നാൽ നിങ്ങൾക്ക് തെറ്റ്. PSCയിൽ നിങ്ങൾക്ക് 1 മാർക്ക് പോയി. കേരള PSC ഇടയ്ക്കിടയ്ക്ക് വർഷത്തിൽ ഒരു 3 പ്രാവശ്യം ചോദിക്കുന്ന ഒരു കാര്യമാണ് ഗ്രീൻ റെവല്യൂഷന്റെ പിതാവാണ്. നോർമാൻ ബോർലാൻഡ് എന്ന് പറയുന്ന മെക്സിക്കൻ സയന്റിസ്റ്റ് ആണ് വേൾഡിലെ ഗ്രീൻ റെവല്യൂഷന്റെ പിതാവ്. ആരാണ്? നോർമാൻ ബോർലാൻഡ്. PSC ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും. MS സ്വാമിനാഥൻ എന്ന് പറഞ്ഞ് തെറ്റിക്കാൻ വേണ്ടിയിട്ട് PSCക്ക് ഉള്ളൊരു ചോദ്യമാണ് ഈ നോർമാൻ ബോർലാൻഡ്. ആദ്യമായിട്ട് PSC നേരെ പോയിട്ട് MS സ്വാമിനാഥൻ തെറ്റും. ഓക്കെ, സോ വേൾഡിലെ
എന്താണ് ഗ്രീൻ റവല്യൂഷന്റെ പിതാവ് ആരാണ്? നമ്മളുടെ നോർമാൻ ബോർലാൻഡ്. ഇദ്ദേഹം ഒരു മെക്സിക്കോക്കാരനായിട്ടുള്ള ഒരു സയന്റിസ്റ്റ് ആയിരുന്നു. ഉയരം കുറഞ്ഞ കുറച്ചും കൂടി വലിപ്പമുള്ള സീഡുകളെ, വീറ്റുകളെ അല്ലെങ്കിൽ ധാന്യങ്ങളെ ഹോൾഡ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള എന്തിനെ ക്രിയേറ്റ് ചെയ്തു? ഹൈ വെറൈറ്റി ഓഫ് സീഡുകൾ അല്ലെങ്കിൽ പ്ലാന്റുകളെ ക്രിയേറ്റ് ചെയ്ത ഒരാളാണ് നമ്മളുടെ നോർമാൻ ബോർലാൻഡ്. സോ MS സ്വാമിനാഥൻ ഇന്ത്യയിലേക്ക് നോർമൻ ബോർലാൻഡിനെ ക്ഷണിക്കുന്നുണ്ട്. സോ ഈ ഒരു ആർട്ടിക്കിൾ എഴുതിയിരിക്കുന്നത് പെർട്ടിക്കുലർലി ഒരു ക്രിറ്റിക്കൽ ആയിട്ടാണ്. എന്തിനെ ക്രിറ്റിക്കൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്? നമ്മളുടെ ബ്യൂറോക്രസിയുടെ റെഡ് ടേപ്പിസത്തെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ട് എഴുതിയിരിക്കുന്ന ഒരു ആർട്ടിക്കിൾ ആണ് ഈ ഒരു ആർട്ടിക്കിൾ. സോ ഇതിൽ പറയുന്നത് 2 വർഷം മുന്നേ ഇന്ത്യയിൽ ഈ ഗ്രീൻ റവല്യൂഷൻ വരേണ്ടതാണ്. പക്ഷേ റെഡ് ടേപ്പിസം, ബ്യൂറോക്രസി എടുത്ത് സമ്മതിച്ചില്ല, കൃത്യമായിട്ട് ഫണ്ടുകൾ കൊടുത്തു വിട്ടില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോലും ഗ്രീൻ റവല്യൂഷൻ എതിർത്തു. അവരെതിർക്കാനായിട്ട് പറഞ്ഞതിന് കാരണം എന്തായിരുന്നു? അതായത് സാമ്രാജ്യത്വ ശക്തികളായിട്ടുള്ള അമേരിക്കയുടെ കയ്യിൽ നിന്നാണ് നമ്മൾ എന്ത് വാങ്ങുന്നത്, നമ്മൾ അരി വാങ്ങുന്നത് എന്നാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോലും പറഞ്ഞിരുന്നത്. സോ ഇവിടെ MS സ്വാമിനാഥൻ പറയുന്ന കാര്യം നമ്മൾ സയന്റിസ്റ്റുകളെ കേൾക്കാനായിട്ട് പഠിക്കണം. അതായത് സയന്റിഫിക് പ്രിൻസിപ്പിളും സയന്റിഫിക് എക്സ്പെരിമെന്റുകളും നമ്മൾ കുറച്ചും കൂടി വില കൽപ്പിക്കാനായിട്ട് സാധിക്കും. പൊളിറ്റീഷ്യൻസും ബ്യൂറോക്രാറ്റ്സ് ആയാലും സയന്റിസ്റ്റിനെ ഹെൽപ്പ് ചെയ്യാനായിട്ടും റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് പ്രൊമോട്ട് ചെയ്യാനുള്ള കാര്യങ്ങളാണ് ഇന്ത്യയിൽ ചെയ്യുന്നത്. ഓക്കെ, സോ ഈ ഒരു അവസരത്തിൽ നമ്മൾ ഗ്രീൻ റവല്യൂഷൻ ബ്രീഫായിട്ട് പഠിച്ചത്. ഗ്രീൻ റവല്യൂഷൻ തുടങ്ങാനായിട്ടുള്ള കാരണം 1960 കാലഘട്ടത്തിലാണ് ഗ്രീൻ റവല്യൂഷൻ ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനുള്ള കാരണം എന്താണ്? ഇന്ത്യ സ്വതന്ത്രമായി കഴിഞ്ഞിരുന്ന കാലഘട്ടത്തിൽ ഇന്ത്യ അത്രത്തോളം എന്തായിരുന്നില്ല, ഫുഡ് സെക്യൂരിറ്റി ഉള്ള ഒരു കൺട്രി ഒന്നും ആയിട്ടില്ല. 1943 നമുക്കൊരു ഗ്രേറ്റ് ഫെമൈൻ നടക്കുന്നുണ്ട്, ബംഗാൾ ഫെമൈൻ. സോ അവിടെ ഒരു വലിയ ക്ഷാമം ബംഗാളിനെ അലറ്റുന്നുണ്ട്. അതിനുശേഷം ഇന്ത്യ സ്വതന്ത്രയായി 1947. സോ അപ്പോഴും ഇന്ത്യ ഈ ഇമ്പോർട്ടഡ് ഫുഡ് സപ്ലൈസിനെയാണ്, അല്ലെങ്കിൽ പുറത്തു നിന്നുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള ഫുഡ് സപ്ലൈസിനെയാണ് പ്രധാനമായിട്ടും നമ്മൾ ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, അമേരിക്കയിൽ നിന്ന് PL480, PL280 എന്നൊക്കെ പറയുന്ന ഒരുപാട് ധാന്യങ്ങൾ ഇന്ത്യയിലേക്ക് എന്ത് ചെയ്യും? ഇമ്പോർട്ട് ചെയ്യും. സോ ഇന്ത്യ ഒരു ഇമ്പോർട്ട് ഡിപ്പെൻഡന്റ് കൺട്രി ആയിരുന്നു. ഏതിന്റെ കേസിൽ? ഫുഡിന്റെ കേസിൽ, പെർട്ടിക്കുലർലി വീറ്റ് ആൻഡ് റൈസ്. ഓക്കെ, ഒരിക്കല് വിയറ്റ്നാം യുദ്ധം നടക്കുന്ന കാലഘട്ടത്തിൽ, വിയറ്റ്നാം സൗത്ത് ഈസ്റ്റ് ഏഷ്യ, അവസാനം S പോലെ ഇരിക്കുന്ന കൺട്രി. മാപ്പ് മനസ്സിലേക്ക് വന്നു. സോ വിയറ്റ്നാം യുദ്ധം നടക്കുന്ന സമയത്ത് വിയറ്റ്നാമിലെ കമ്മ്യൂണിസ്റ്റ് ഭരണത്തെ തകർക്കാനായിട്ട് അമേരിക്ക വിയറ്റ്നാമിൽ ആക്രമിക്കുകയുണ്ടായി. ഓക്കെ, സോ ആ ഒരു ആക്രമണത്തെ ഇന്ത്യയിലാണ് നമ്മളുടെ ഇന്ദിരാഗാന്ധിയായിരുന്നു പ്രധാനമന്ത്രി. ഇന്ദിരാഗാന്ധി എതിർക്കുന്നുണ്ട്. സാമ്രാജ്യത്വ ശക്തികളുടെ ആക്രമണത്തെ ശക്തമായി എതിർക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ദിരാഗാന്ധി ഒരു പ്രസ്താവനകൾ പ്രഖ്യാപിച്ചു. പിറ്റേ ദിവസം എന്ത് ചെയ്തു എന്നറിയാം? പിറ്റേ ദിവസം ഇന്ത്യയിലേക്കുള്ള ധാന്യത്തിന്റെ, പെർട്ടിക്കുലർലി വീറ്റിന്റെ അളവ് ആര് കുറച്ചു? US പ്രസിഡന്റ് കുറച്ചു. നമുക്കിപ്പോ താരിഫ് ഏർപ്പെടുത്തില്ല, അതേപോലെ അന്ന് വീറ്റിന്റെ അളവ് അവർ കുറച്ചു. ഓക്കെ, സോ ഇന്ദിരാഗാന്ധി ഞെട്ടിപ്പോയി. അതായത് ഇന്ദിരാഗാന്ധി ഒരു ചോദ്യം ചോദിച്ചു. ഫ്രാൻസിസ് മാർപ്പാപ്പയല്ല, നമ്മുടെ മാർപ്പാപ്പ, റോമിലെ മാർപ്പാപ്പ. ഫ്രാൻസിസ് മാർപ്പാപ്പ ഇപ്പൊ മരിച്ചുപോയ മാർപ്പാപ്പയാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പയല്ല, അന്നത്തെ റോമിലെ മാർപ്പാപ്പയും ലോകത്തിലെ പല ലീഡേഴ്സും ഈ വിയറ്റ്നാം അറ്റാക്കിനെ എന്ത് ചെയ്തു? എതിർത്തുകൊണ്ട് രംഗത്ത് വന്നു. എന്നിട്ട് ഇന്ത്യയുടെ മാത്രം അരിയും ഗോതമ്പും അവരെന്ത് ചെയ്തു? ഇത് തെറ്റല്ലേ എന്ന് ഇന്ദിരാഗാന്ധി ചോദിച്ചു. അന്ന് പ്രശസ്തമായിട്ടും ധാർഷ്ട്യത്തോടെയും നമ്മളുടെ അമേരിക്കൻ പ്രസിഡന്റ്, അമേരിക്കൻ ഏജൻസികൾ പറഞ്ഞൊരു ഉത്തരവുണ്ട്. Neither the Pope doesn't need the wheat. പോപ്പിന്റെ വീറ്റ് ഒന്നും വേണ്ട, പോപ്പിനൊന്നും ഞങ്ങളുടെ വീറ്റ് ഒന്നും വേണ്ട, നിങ്ങൾക്ക് മാത്രമാണ് ഞങ്ങളുടെ വീറ്റ് വേണ്ടത്. സോ അങ്ങനെ ഒരു ഇൻസൾട്ട് ഒക്കെ ഏറ്റുകൊണ്ടാണ് ഇന്ത്യ എന്ത് ചെയ്യുന്നത്? റൈസിന്റെ കാര്യത്തിലും ഫുഡിന്റെ കാര്യത്തിലും സെൽഫ് സഫിഷ്യൻസി അറ്റൈൻ ചെയ്യുന്നത്. സോ അങ്ങനെ ഒരു സെൽഫ് സഫിഷ്യൻസി അറ്റൈൻ ചെയ്യാനായിട്ട് മുന്നോട്ട് വന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരാളുടെ പേരാണ് MS സ്വാമിനാഥൻ. സ്വാമിനാഥൻ സാർ ഉണ്ടായിരുന്നില്ല, മലയാളിയായിട്ടുള്ള ആളാണ്. സോ മലയാളി വേദികളുള്ള ഒരാളാണ്. അദ്ദേഹം ഇല്ലായിരുന്നെങ്കിൽ ചിലപ്പോ
ഇന്ത്യ ഒരു ഗ്രീൻ റവല്യൂഷൻ അച്ചീവ് ചെയ്യുമോ എന്ന് പോലും സംശയമാണ്. ഓക്കെ, സോ ഞാനൊരു ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞു എന്തായിരുന്നു ഈ സിറ്റുവേഷൻ എന്നുള്ളത് ഞാൻ പറഞ്ഞു. ദെൻ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് പിന്നീട് ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഗ്രീൻ റവല്യൂഷന്റെ ഒബ്ജക്റ്റീവ്സ് ഉണ്ടായിരുന്നു, ഷോർട്ട് ടേം ഒബ്ജക്റ്റീവ് ഉണ്ടായിരുന്നു, ലോങ് ടേം ഒബ്ജക്റ്റീവ് ഉണ്ടായിരുന്നു. എന്താണ് ഇതുകൊണ്ടുണ്ടായിരുന്ന ഗുണങ്ങൾ? ഗ്രീൻ റവല്യൂഷന്റെ ഗുണങ്ങൾ എന്തായിരുന്നു? പ്രധാനമായിട്ടും ഉണ്ടായിരുന്നത് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുക, സെൽഫ് സഫിഷ്യൻസി അറ്റൈൻ ചെയ്യുക. രണ്ടാമത് സെൽഫ് സഫിഷ്യൻസി അറ്റൈൻ ചെയ്യുക, ഫാമേഴ്സിനെ ബെനിഫിറ്റ് ചെയ്യുക, ഫുഡ് സെക്യൂരിറ്റി ഇൻക്രീസ് ചെയ്യുക. നമുക്ക് നോർമലി എല്ലാവർക്കും അറിയാൻ പറ്റുന്ന കാര്യം. എനിക്ക് നിങ്ങളോട് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത് എന്താണ്? ഇതിന്റെ ഡിമെറിറ്റ്സ് ആണ്, അല്ലെങ്കിൽ നെഗറ്റീവ് ഇമ്പാക്റ്റുകളാണ്. അത് ചിലപ്പോൾ നിങ്ങൾ ചിന്തിക്കില്ല, അത്രയും അങ്ങനെ ചിന്തിക്കില്ല. അതായത് സാധാരണ വായിച്ച് അല്ലെങ്കിൽ അത് ഉള്ള ഒരു ന്യൂ സ്റ്റുഡന്റ് ചിലപ്പോൾ അത്ര ചിന്തിക്കാൻ തരുന്നു. എന്താണ് ഇതിന്റെ നെഗറ്റീവ് ഇമ്പാക്റ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും ലിമിറ്റഡ് ക്രോപ്പ് കവറേജ് ആയിരുന്നു. അതായത് വീറ്റ് അല്ലെങ്കിൽ റൈസ് ഇങ്ങനെയുള്ള ക്രോപ്പുകളെ മാത്രമായിരുന്നു ഇത് ഫോക്കസ് ചെയ്യുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇത് പെർട്ടിക്കുലർലി സ്മോൾ ഫാമേഴ്സിനെ ഹൈലി അഡ്വേഴ്സ്ലി എഫക്ട് ചെയ്തു. നിങ്ങൾ ഗ്രീൻ റവല്യൂഷന്റെ മാപ്പ് നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ, സോ പഞ്ചാബ് ഹരിയാന റീജിയൻസ് ആയിരിക്കും നിങ്ങൾ ഗ്രീൻ റവല്യൂഷന്റെ മാപ്പുകൾ എടുത്തു കഴിഞ്ഞാൽ കാണുക. ഞാൻ കഴിഞ്ഞ ദിവസം അഗ്രികൾച്ചറിനെ കുറിച്ചുള്ള ഒരു ഡിസ്കഷൻ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഇന്ത്യയിലെ 90% കർഷകർ ആരാണ്? ലാൻഡ്ലെസ് ലേബേഴ്സ് ആണ്, സ്വന്തമായി ഭൂമിയില്ലാത്ത ലേബറേഴ്സ് ആണ്. സോ ഗ്രീൻ റവല്യൂഷൻ ആരെയാണ് കൂടുതലായിട്ട് സഹായിച്ചത്? അതായത് ലാൻഡ് ഉള്ള, ഭൂമി സ്വന്തമായിട്ടുള്ള കർഷകരെയാണ്. സോ വിച്ച് മീൻസ് ലാർജ് ഫാമേഴ്സിനെയാണ്, സബ്സിസ്റ്റൻസ് ഫാമിംഗ് ചെയ്യുന്ന ആളുകളെ അധികം ഹെൽപ്പ് ചെയ്തിരുന്നു. അത് ഒരു ഡിമെറിറ്റാണ്. ദെൻ റീജിയണൽ ഡിസ്പാരിറ്റീസ്, ചില സ്ഥലങ്ങളിൽ മാത്രം, ചില സ്ഥലങ്ങൾ എന്ന് പറയുമ്പോൾ പെർട്ടിക്കുലർലി എവിടെയാണ്? നമ്മളുടെ പഞ്ചാബ് ഹരിയാന ബെൽറ്റുകളിലാണ് പ്രധാനമായിട്ടും സംഭവിച്ചത്. ദെൻ മറ്റൊരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ അൺഎംപ്ലോയ്മെന്റ് ഇഷ്യൂ. അഗ്രികൾച്ചറുമായി ബന്ധപ്പെട്ടിരിക്കുന്ന എംപ്ലോയ്മെന്റ് ഇഷ്യൂ ഏതാണ്? ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓർക്കുന്നുണ്ടോ നിങ്ങൾ? അതായത് ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ്. എന്താണ് ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ്? കൂടുതൽ ആളുകൾ ഒരു ജോലിക്ക് ചെയ്യാൻ ആവശ്യമുള്ളതിനേക്കാൾ കൂടുതൽ ആളുകൾ അവിടെ പ്രവർത്തിക്കുന്നു. സോ അങ്ങനെയുള്ള ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ് പ്രോബ്ലങ്ങൾ പോലും എന്തിൽ അഡ്രസ് ചെയ്തില്ല? നമ്മളുടെ ഗ്രീൻ റവല്യൂഷനിൽ അഡ്രസ് ചെയ്തില്ല. ഓക്കെ, then health consequences and environmental consequences. എന്തൊക്കെയാണ് ഹെൽത്ത് കോൺസിക്വൻസസ്? എൻവിറോൺമെന്റൽ കോൺസിക്വൻസസിലേക്ക് നമുക്ക് ആദ്യം വരാം. അതായത് കൂടുതൽ വെള്ളം ഇത് വലിച്ചെടുത്താണ്. അതായത് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്യും. എല്ലാവർക്കും അറിയാം, 5ാം ക്ലാസ്സിലെ കുട്ടിക്ക് വരെ അറിയാം. നമ്മൾ UPSC ആസ്പിരന്റ് ആണ്, പുതിയൊരു പോയിന്റ് നമ്മൾ കണ്ടെത്തണം. ഹൈലി വെറൈറ്റി ആയിട്ടുള്ള സീഡ്സ് നമ്മൾ യൂസ് ചെയ്തിട്ടോ, ഹൈ ഈൽഡ് സീഡ്സുകൾ യൂസ് ചെയ്തിട്ടോ. സോ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യും. ലാർജ് ഫാമേഴ്സ് ഇലക്ട്രിസിറ്റി ഫ്രീ ആയി കഴിഞ്ഞപ്പോൾ ഒരുപാട് വാട്ടർ, ഗ്രൗണ്ട് വാട്ടർ യൂസ് ചെയ്യാനായിട്ട് മനസ്സിലായോ? ഗവൺമെന്റ് വെച്ചങ്ങോട്ട് അടിക്കുകയാണ്, ഇലക്ട്രിസിറ്റി ഫ്രീ അല്ലേ. സോ ഷുഗർ കെയിൻ, റൈസ്, വീറ്റ് ഹൈലി വാട്ടർ യൂസ്ഡ് ക്രോപ്പ് ആയിട്ട് മാറി. സോ ഇതുവഴി വാട്ടർ ടേബിളുകൾ ഡിമിനിഷ് ചെയ്യുകയും എന്ത് ചെയ്തു? നമ്മളുടെ വാട്ടർ ക്രൈസിസ് ഇവോൾവ് ചെയ്യാനായിട്ട് വലിയൊരു കാരണമാണ്. Then chemical fertilizers, water intensive crops, repeated crop cycles and fertilizers decrease the nutrients. Then health hazards, chemical fertilizers, pesticides use ചെയ്യുന്നത് വഴി chemical hazards ക്രിയേറ്റ് ചെയ്യാൻ, health hazards ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധ്യമായി. സോ ഇതാണ് ഗ്രീൻ റവല്യൂഷന്റെ ഒരു അടിസ്ഥാനപരമായിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിംഗ്. ബേസിക്കുകൾ നിങ്ങൾക്കറിയാം, ചില പോയിന്റുകളാണ് നിങ്ങൾ വിട്ടുപോകുന്നത്, ചില പെർസ്പെക്റ്റീവുകൾ നിങ്ങൾ ക്രിയേറ്റ് ചെയ്തെടുത്തിട്ടില്ല. ആ പെർസ്പെക്റ്റീവുകളാണ് ഞാൻ ഇവിടെ നിങ്ങൾക്ക് തരുന്നത്. ഓക്കെ, ദെൻ നമുക്ക് നെക്സ്റ്റ് എഡിറ്റോറിയലിലേക്ക് പോകാം. നെക്സ്റ്റ് എഡിറ്റോറിയൽ എന്താണ്? ബ്രേക്കിംഗ് ഡൗൺ ദ ചൈനീസ് വാൾ. ചൈനീസ് മതിലിനെ നമ്മൾ ഇടിച്ചൊതുക്കുക. ഇവിടെ പെർട്ടിക്കുലർലി ഈ ഒരു ആർട്ടിക്കിൾ ഇന്ത്യ ചൈനീസ് റിലേഷനെ കുറിച്ചിട്ടാണ് പറയുന്നത്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ആർട്ടിക്കിൾ പെർട്ടിക്കുലർലി പറയുന്നത് എന്താണെന്ന് അറിയാം? സോ പെർട്ടിക്കുലർലി ഈ ഒരു ആർട്ടിക്കിൾ പറയുന്നത് എന്താണെന്ന് നമുക്കറിയാം. ചെറിയ കണക്ഷൻ ഇഷ്യൂസ് വരുന്നുണ്ട്, അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് കട്ടായി പോകും. നമ്മൾ എന്തെങ്കിലും പറഞ്ഞു നിർത്തുകയും അവിടെ കട്ടായി പോകും.
ഓക്കെ. സോ ഈ ഒരു ആർട്ടിക്കിൾ പെർട്ടിക്കുലർലി പറയുന്നത് നമ്മളുടെ ഇന്ത്യ ചൈന റിലേഷനിലെ സോഷ്യോ കൾച്ചറൽ റിലേഷനെ എന്താ പറയുന്നത്. അവിടെ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ പണ്ട് മുതലേ ഇന്ത്യൻ സയന്റിസ്റ്റുകൾ പെർട്ടിക്കുലർലി പറഞ്ഞു കഴിഞ്ഞാൽ ട്രാവലേഴ്സും അങ്ങനെയുള്ള ആളുകളൊക്കെ ചൈനയിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരികയും ഇന്ത്യയിൽ നിന്ന് ചൈനയിലേക്ക് പോവുകയും ചെയ്യാറുണ്ട്. അതിന്റെ ഒരു പെർട്ടിക്കുലർ സെന്റർ ആയിരുന്നു ഈ നളന്ദ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. ബീഹാറിലെ നളന്ദ യൂണിവേഴ്സിറ്റി ഒരു ബുദ്ധിസ്റ്റ് യൂണിവേഴ്സിറ്റിയാണ്. ഓക്കെ. സോ അവിടെ ആളുകൾ നമ്മുടെ കേരള യൂണിവേഴ്സിറ്റിയിൽ ഒരുപാട് പേര് പഠിക്കാൻ വരുന്നുണ്ട്. അവിടെ ലോകത്തിന്റെ പല ഭാഗത്തു നിന്നുള്ള ഒരുപാട് പേര് പഠിക്കാനായിട്ട് വരികയും ബുദ്ധിസം അടക്കമുള്ള കാര്യങ്ങളിൽ റിസർച്ച് ചെയ്യുകയും അവിടെ ഒരുപാട് ലിഖിതങ്ങൾ എഴുതുകയും ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യണം. ഓക്കെ. സോ ആ ഒരു കണക്ഷൻ, സയന്റിഫിക് കണക്ഷൻ, ദെൻ ഹ്യൂമൻ ക്യാപിറ്റൽ കണക്ഷൻ ഇന്ത്യയും ചൈനയും തമ്മിൽ എവിടെയോ വെച്ചിട്ട് നഷ്ടപ്പെട്ടു. സോ പൊളിറ്റിക്കൽ ഡിഫറൻസസ് പൊളിറ്റിക്സിന്റെ കാര്യം മാത്രമാണ്. എവിടെ വെച്ചിട്ടാണ് നമുക്ക് നഷ്ടപ്പെട്ടു പോയത്? ഇന്ത്യയും ചൈനയും പൊളിറ്റിക്കലി ഡിഫറെന്റ് ഗ്രൂപ്പുകളിലേക്ക് തിരിഞ്ഞപ്പോ. സോ പണ്ട് മുതലേ ഉള്ള കൾച്ചറൽ സോഷ്യോളജി നമ്മൾ ഇവിടെ ചേഞ്ച് ചെയ്യാൻ പാടില്ല. അല്ലെങ്കിൽ കൾച്ചറൽ കണക്ഷൻസ് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ കീപ്പ് ചെയ്യണം എന്നാണ് ഈ ഒരു പെർട്ടിക്കുലർ ആർട്ടിക്കിൾ പറയുന്നത്. സോ ഇവിടെ നമ്മൾ പെർട്ടിക്കുലർലി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നളന്ദ യൂണിവേഴ്സിറ്റിയെ കുറിച്ചാണ്. ഓക്കെ. നളന്ദ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1900 നളന്ദ യൂണിവേഴ്സിറ്റി പെർട്ടിക്കുലർലി 427 ഗുപ്തൻ എംപയേഴ്സ്, ഗുപ്ത സാമ്രാജ്യം, ഇന്ത്യയിലെ അവസാനത്തെ ഹിന്ദു സാമ്രാജ്യമാണ് ഗുപ്ത സാമ്രാജ്യം. ഓക്കെ. സോ ഗുപ്ത സാമ്രാജ്യം ക്രിയേറ്റ് ചെയ്തിരുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ്. പെർട്ടിക്കുലർലി പറഞ്ഞു കഴിഞ്ഞാൽ കുമാരഗുപ്തൻ ക്രിയേറ്റ് ചെയ്തിരുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് എന്ത് ഈ നളന്ദ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. ഓക്കെ. സോ ബീഹാറിലാണ് സ്ഥലം. കുമാരഗുപ്തൻ എന്ന് പറയുന്ന ഗുപ്ത എംപററാണ് ഇത് ക്രിയേറ്റ് ചെയ്തത്. ഓക്കെ. അതിനുശേഷം പല ചൈനീസ് ഇൻഫ്ലുവേഴ്സും ചൈനീസ് ട്രാവലേഴ്സും ഇവിടെ വന്ന് പഠിക്കുന്നുണ്ട്. വാൻസാങ്, നമ്മുടെ ഹർഷവർദ്ധൻ എന്ന് പറഞ്ഞൊരു ഡൈനാസ്റ്റി വരിക, അല്ലെങ്കിൽ പുഷ്യഭൂതി എന്ന് പറയുന്ന സ്ഥലം, പുഷ്യഭൂതി എന്ന് പറയുന്ന ഡൈനാസ്റ്റി, തനേശ്വർ എന്ന് പറയുന്ന സ്ഥലം ആസ്ഥാനമാക്കി വാണിരുന്ന പുഷ്യഭൂതീസ് ഓഫ് തനേശ്വർ എന്ന് പറയുന്ന ഒരാളുണ്ട്. ഓക്കെ. എന്ന് പറയുന്ന ഒരു ഡൈനാസ്റ്റി ഉണ്ട്. അതിലെ ഒരു ഇമ്പോർട്ടന്റ് റൂളറാണ് ഹർഷവർദ്ധന. ഹർഷവർദ്ധന്റെ കാലത്തൊക്കെ ഹുവാൻസാങ് അടക്കമുള്ളവർ, ഹുവാൻസാങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചൈനീസ് ട്രാവലറാണ്. അദ്ദേഹമൊക്കെ ഇന്ത്യയിലേക്ക് വരികയും നളന്ദ യൂണിവേഴ്സിറ്റി വിസിറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ. സോ എനിക്ക് ഹിസ്റ്ററി കുറച്ച് ഇഷ്ടമുള്ള വിഷയമാണ്. സോ ഞാൻ ചിലപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോകും. സോ ഗുപ്ത എംപയർ എന്താണെന്ന് നിങ്ങളോട് എനിക്ക് പറയണമെന്നുണ്ട്. പക്ഷെ ഞാൻ എന്നെ തന്നെ ലിമിറ്റ് ചെയ്തിരിക്കുകയാണ് സമയത്തിന്റെ പരിമിതി. സോ ഗുപ്ത കാലഘട്ടങ്ങളിലാണ് ഇത് ക്രിയേറ്റ് ചെയ്യപ്പെട്ടത് എന്ന് മനസ്സിലാക്കുക. ഡീറ്റെയിൽ ആയിട്ട് വലിയൊരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ. ഗുപ്ത എംപയറിന്റെ കാലത്ത് ആരുടെ കാലഘട്ടങ്ങളിലാണ്? കുമാരഗുപ്തന്റെ കാലഘട്ടം. ഓക്കെ. ഇത് പലപ്പോഴായിട്ട് അറ്റാക്ക് നേരിടുന്നുണ്ട് ഈ നമ്മളുടെ നളന്ദ യൂണിവേഴ്സിറ്റി. ഗുപ്ത കാലഘട്ടത്തിൽ തന്നെ ഹൂണന്മാർ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ഹൂണന്മാര് ആരാണ്? ഹൂണന്മാര് ഇന്ത്യയുടെ പുറത്തു നിന്ന് വന്ന ഇൻവൈഡ് ചെയ്തിരുന്നവരാണ്. പെർട്ടിക്കുലർലി മിഡിൽ ഈസ്റ്റ്, ദെൻ യൂറോപ്പ് മേഖലകളിൽ നിന്നൊക്കെ വേദികളുള്ള ആളുകളെയാണ് ഹൂൺസ് എന്ന് വിളിക്കുന്നത്. ജർമ്മനിയിലെ ഹിറ്റ്ലറുടെ കാലഘട്ടത്തിൽ ഹൂണൻ വംശാധിപത്യം എന്ന് പറഞ്ഞുള്ള ചില പ്രസ്താവനകൾ നടത്തുന്നുണ്ട്. ഹൂണേഴ്സ്, ഈ ഹൂൺസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഹിറ്റ്ലറുടെ ആത്മകഥ വായിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ കാണാനായിട്ട് സാധിക്കും. ഓക്കെ. സോ ഹൂണന്മാര് ഈ നളന്ദ യൂണിവേഴ്സിറ്റിയെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ. സോ അത് ആരുടെ കാലത്താണ്? സമുദ്രഗുപ്തൻ എന്ന് പറഞ്ഞ ഒരു രാജാവിന്റെ കാലഘട്ടം. സമുദ്രഗുപ്തന്റെ കാലഘട്ടത്തിൽ ഹൂണന്മാർ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ദെൻ ഗൗഡാസ്, ഗൗഡ എന്ന് പറയുന്ന ഒരു രാജവംശം, ചെറിയൊരു രാജവംശം എവിടെയുണ്ട്? ബംഗാൾ കേന്ദ്രീകരിച്ചുകൊണ്ട്. നമ്മളുടെ ഈ ഹർഷവർദ്ധനൊക്കെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആ സമയത്താണ് ഗൗഡാസ് ഓഫ് ബംഗാൾ, പുഷ്യഭൂതീസ് ഓഫ് തനേശ്വരൊക്കെ പ്രധാനമായിട്ടും വരുന്നത്. അതെല്ലാം നമ്മുടെ ഏൻഷ്യന്റ് ഇന്ത്യ ക്ലാസ്സുകളിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. സോ ഗൗഡാസ് എന്ന് പറഞ്ഞൊരു കൂട്ടം ബംഗാൾ ആസ്ഥാനമാക്കി ഭരിച്ചിരുന്നു. അവര് നമ്മളുടെ ഈ നളന്ദ യൂണിവേഴ്സിറ്റി അറ്റാക്ക് ചെയ്തു. ദെൻ പ്രധാനമായിട്ട് നളന്ദ യൂണിവേഴ്സിറ്റിയെ തകർത്തുകൊണ്ടുള്ള ഒരു ആക്രമണം നടന്നത് ബക്തിയാർ ഖിൽജിയുടെ സ്ലേവ് ഡൈനാസ്റ്റിയിൽ ഉണ്ടായിരുന്ന ബക്തിയാർ ഖിൽജിയാണ്. ഓക്കെ. ബക്തിയാർ ഖിൽജിയാണ് നളന്ദ യൂണിവേഴ്സിറ്റി നശിപ്പിക്കുന്നത്. ഓക്കെ. ബക്തിയാർ ഖിൽജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് സ്ലേവ് ഡൈനാസ്റ്റികളിൽ പെടുന്ന, അല്ലെങ്കിൽ സ്ലേവ് ഡൈനാസ്റ്റിയിലെ അവസാനത്തെ ചില പ്രമുഖരിൽ ഒരാളായിരുന്നു ബക്തിയാർ ഖിൽജി.
അദ്ദേഹം എന്തിനെ അറ്റാക്ക് ചെയ്യുന്നു? നളന്ദ യൂണിവേഴ്സിറ്റി അറ്റാക്ക് ചെയ്യുന്നു. ദെൻ നമ്മൾ യുനെസ്കോയുടെ റെക്കഗ്നിഷൻ കിട്ടിയിട്ടുള്ള ഒരു സൈറ്റ് ആണ് ഈ നളന്ദ യൂണിവേഴ്സിറ്റി. സോ നളന്ദ യൂണിവേഴ്സിറ്റി യുനെസ്കോ റെക്കഗ്നിഷൻ, യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ ഉൾപ്പെടുന്ന ഒരു സൈറ്റ് ആണ് ഈ നളന്ദ യൂണിവേഴ്സിറ്റി. ഈ മാപ്പ് ഓർക്കുന്നുണ്ടോ? എന്താണ്? ഇന്ത്യ ചൈന റിലേഷൻസ്. ഓക്കെ, സോ ഞാൻ അതുകൊണ്ട് റിവൈസ് ചെയ്യുന്നതിന് വേണ്ടി എടുത്തിട്ടുണ്ട് ഈ മാപ്പ്. ഇന്ത്യയും ചൈനയുമായിട്ടുള്ള റിലേഷൻ എവിടെയാണ്? 1962 വാറുണ്ട്. 15 വർഷക്കാലത്തേക്ക് നമ്മൾ ഒന്നും ചെയ്തില്ല. കാരണം വാറിന് ഞങ്ങൾ ഇത് മിണ്ടൂല എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ തമ്മിൽ പരസ്പരം മിണ്ടാതിരുന്നു. 15 വർഷം കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി ആരും നമ്മൾ മിണ്ടാതിരുന്നതും കാര്യമില്ല. സോ നമ്മൾ എന്ത് ചെയ്തു? 84 മോസ്റ്റ് ഫേവേർഡ് നേഷൻ എഗ്രിമെന്റ്, മോസ്റ്റ് ഫേവേർഡ് നേഷൻ മോസ്റ്റ് ഫേവേർഡ് നേഷൻ ട്രേഡ് എഗ്രിമെന്റ്, അല്ലെങ്കിൽ നിങ്ങളുടെ മോസ്റ്റ് ഫേവേർഡ് നേഷൻ ആണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവരെ കിട്ടു. ദെൻ എന്താണ്? ദെൻ നമുക്ക് പല വിഷയങ്ങളും ഇതിലായിട്ടുണ്ട് 2006 വരെ. ദെൻ നമ്മളുമായിട്ട് ഹൈലി എന്തുണ്ട്? ട്രേഡ് ഡെഫിസിറ്റ് ഉള്ള, ഇന്ത്യക്ക് ട്രേഡ് ഡെഫിസിറ്റ് ഉള്ള. കാരണം എന്താണ്? ഇന്ത്യ ചൈനയിൽ നിന്ന് ഒരുപാട് ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ ഈ മാപ്പുകളെല്ലാം ഞാൻ മുന്നേ ക്ലാസ്സുകളിൽ കാണിച്ചിട്ടുണ്ട്. Then ഇനി നമുക്ക് നെക്സ്റ്റ് ആർട്ടിക്കിളിലേക്ക് നോക്കാം. നെക്സ്റ്റ് ആർട്ടിക്കിൾ ഈസ് റിലേറ്റഡ് ടു ഇന്ത്യസ് ക്ലൈമറ്റ് ഫിനാൻസ് ടാക്സോണമി. എന്താണ് ക്ലൈമറ്റ് ഫിനാൻസ് ടാക്സോണമി? ടാക്സോണമി ഞാൻ പെർട്ടിക്കുലർലി കേട്ടിട്ടുള്ളത് എവിടെയാണ്? നമ്മളുടെ ബയോളജിയിലാണ്. ബയോളജിയിൽ ക്ലാസിഫൈ ചെയ്യുന്നതിനൊക്കെയാണ് ടാക്സോണമി എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ക്ലൈമറ്റ് ഫിനാൻസിൽ ടാക്സോണമി നമുക്ക് വേറെ നല്ല വല്ല പേരിലൂടെ ഞാനിത് കണ്ടപ്പോൾ ചിന്തിച്ചു. പക്ഷേ അങ്ങനെയല്ല. എന്താണ് ഈ ക്ലൈമറ്റ് ഫിനാൻസ് ടാക്സോണമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അതായത് നമ്മൾ ഇന്ത്യയുടെ ടോട്ടൽ സിസ്റ്റത്തെ നമ്മളൊന്ന് ക്ലാസിഫൈ ചെയ്യും. ഓക്കെ, ഇന്ത്യയുടെ ടോട്ടൽ സിസ്റ്റത്തെ നമ്മളൊന്ന് ക്ലാസിഫൈ ചെയ്യും. എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ക്ലാസിഫൈ ചെയ്യുന്നത്? അതായത് പുറത്തു നിന്നുള്ള ഒരാൾ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് വരുമ്പോൾ, ഇതിനു വേണ്ടി പുറത്തു നിന്നുള്ള ആളുകൾ ഇൻവെസ്റ്റ് ചെയ്യാൻ വരുമ്പോൾ അവർ കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യണം ഏതൊക്കെ പ്രൊജക്ടുകളാണ് ഗ്രീൻ പ്രൊജക്ടുകൾ, ദിസ് മീൻസ് സസ്റ്റൈനബിൾ ആയിട്ടുള്ള പ്രൊജക്ടുകൾ ഏതൊക്കെയാണ്, ഏതൊക്കെയാണ് വെറുതെ പറിച്ചത് മാത്രമുള്ള പ്രൊജക്ടുകൾ എന്നൊക്കെ ഐഡന്റിഫൈ ചെയ്യുന്നത് ഇന്ത്യക്ക്, അവർക്ക് മാത്രം പറയുന്നത് ഇന്ത്യക്ക് പെർട്ടിക്കുലർലി റൂൾസ് പോളിസീസ് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ലിവിംഗ് റെക്കോർഡാണ് നമ്മുടെ ക്ലൈമറ്റ് ഫിനാൻസ് ടാക്സ്. സോ മേജർലി നമ്മളൊന്ന് ക്ലാസിഫൈ ചെയ്യുന്നു. നമ്മൾ പാരീസ് എഗ്രിമെന്റിൽ ഇന്റൻഡഡ് നാഷണലി ഡിറ്റർമൈൻഡ് കോൺട്രിബ്യൂഷൻസ് ഓർക്കുന്നുണ്ടോ? പാരീസ് എഗ്രിമെന്റ് 2015 പാരീസില് കോൺഫറൻസ് ഓഫ് പാർട്ടീസ് കൂടുന്നു, എല്ലാവരും കൂടിയിട്ട് എന്ന് പറഞ്ഞു ഞങ്ങൾ ഇനി മുതൽ നാഷണലി ഡിറ്റർമൈൻഡ് ടാർഗറ്റ്സ് എല്ലാവർക്കും തരാൻ പോവുകയാണ്. അപ്പൊ എന്താ സംഭവിച്ചേ? അപ്പോ ഓരോ രാജ്യവും അല്ലെങ്കിൽ COP ഉണ്ടായിരുന്ന ഓരോ രാജ്യവും എന്ത് ചെയ്യണം? നാഷണലി ഡിറ്റർമൈൻഡ് ടാർഗറ്റുകൾ സെറ്റ് ചെയ്യണം. സോ ഈ ടാർഗറ്റുകൾ സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ അത് കൃത്യമായിട്ട് നടക്കുന്നുണ്ടോ എന്ന് അറിയുക എന്നുള്ളതാണ് ഈ ക്ലൈമറ്റ് ഫിനാൻസ് ടാക്സോണമിയുടെ ഉദ്ദേശം. Okay, so climate finance taxonomy is a classification system that defines which investment and practices are truly climate friendly. Okay, ഏത് ഇൻവെസ്റ്റ്മെന്റ് ആണ്, ഏത് പ്രാക്ടീസസ് ആണ് ട്രൂലി ക്ലൈമറ്റ് ഫ്രണ്ട്ലി. സോ ഞാൻ ഇത് എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് ഇന്ത്യസ് ക്ലൈമറ്റ് ഫിനാൻസ് ടാക്സോണമിയുടെ ഫുൾ PDF ഒന്ന് പോയി. അവിടെ പ്രധാനമായിട്ടും 3 ആയിട്ട് ഇതിനെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഒന്ന് മൈറ്റിഗേഷൻ. 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. മൈറ്റിഗേഷൻ, അഡാപ്റ്റേഷൻ ഓർ ട്രാൻസിഷൻ. ഓക്കെ, സോ ഇന്ത്യയുടെ ക്ലൈമറ്റ് ഫിനാൻസ് അല്ലെങ്കിൽ ഇന്ത്യയുടെ ക്ലൈമറ്റ് വിഷൻ എങ്ങനെയായിരിക്കും? ഒബ്ജക്റ്റീവ് എന്താണ്? 3 കാര്യങ്ങൾ. ഒന്ന് മൈറ്റിഗേറ്റ് ചെയ്യുക. മൈറ്റിഗേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ കുറച്ചു കൊണ്ടുവരിക. എന്തിനെ? എക്കോളജിക്കൽ ഡിസ്ട്രക്ഷനുകൾ മൈറ്റിഗേറ്റ് ചെയ്യുക. അഡാപ്റ്റേഷൻ സ്ട്രാറ്റജീസ്, മാറുന്ന കാലത്തിനനുസരിച്ച് എൻവിറോൺമെന്റിന്റെ രീതികൾക്കനുസരിച്ച് അഡാപ്റ്റ് ചെയ്യുക. ട്രാൻസിഷൻ, രൂപ പരിവർത്തനം ചെയ്യുക. ഇങ്ങനെ 3 കാര്യങ്ങളാണ് ഇന്ത്യയുടെ ക്ലൈമറ്റ് ഫിനാൻസ് ടാക്സോണമിയുടെ ഒബ്ജക്റ്റീവുകളായിട്ട് വരുന്നത്. ഓക്കെ, ഈ പെർട്ടിക്കുലർ ആർട്ടിക്കിൾ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ക്ലൈമറ്റ് ഫിനാൻസ് ടാക്സോണമി ഇത് ഞാൻ നീക്കുന്നത് പോലെ അല്ല പോകുന്നുണ്ട്. സോ എന്നോട് എന്തോ വിരോധമുള്ള ഒരു പോലെയാണ്. സോ പറഞ്ഞു നിർത്തിയത് ഈ പെർട്ടിക്കുലർ ആർട്ടിക്കിൾ പറഞ്ഞിരിക്കുന്നത്
എന്താ ഈ പെർട്ടിക്കുലർ ആർട്ടിക്കിൾ ഈ ക്ലൈമറ്റ് ഫിനാൻസ് ടാക്സോണമി വരുമ്പോൾ എന്ത് ചെയ്യണം? അക്കൗണ്ടബിലിറ്റി എന്നൊരു പേഴ്സ്പെക്റ്റീവിൽ ഊന്നിയിട്ട് വേണം. ഓക്കെ, നമ്മൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളതാണ് ഈ ഒരു പെർട്ടിക്കുലർ ആർട്ടിക്കിൾ. അതായത് നമ്മൾ നാഷണലി ഡിറ്റർമൈൻഡ് കോൺട്രിബ്യൂഷൻസ് ഒക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്യാറുണ്ട്. പക്ഷേ ഇതൊന്നും ബൈൻഡിങ് അല്ലെന്നേ. നാഷണലി ഡിറ്റർമൈൻഡ് കോൺട്രിബ്യൂഷൻസ് എന്താണ് നമ്മൾ ചെയ്യുന്നത്? നാഷണൽ ഡിറ്റർമൈൻഡ് കോൺട്രിബ്യൂഷൻസ് അച്ചീവ് ചെയ്തില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഗ്ലോബൽ സ്റ്റോക്ക് ടേക്ക് എടുക്കും എന്ന് പറയും. നിങ്ങൾ ഇത് അച്ചീവ് ചെയ്തില്ല IA എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവരെ കളിയാക്കും. അത്രയേ നമ്മൾ ചെയ്യുന്നു. പക്ഷേ ഇതൊന്നും ലീഗലി ബൈൻഡിങ് അല്ല. സോ ഇതിന്റെ ഒരു അക്കൗണ്ടബിലിറ്റി നിങ്ങൾ ക്ലൈമറ്റ് ഫിനാൻസ് ടാക്സോണമി ക്രിയേറ്റ് ചെയ്തോ, ക്ലാസിഫൈ ചെയ്തിട്ട് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തോ, അഡാപ്റ്റേഷൻ, മൈറ്റിഗേഷൻ, ട്രാൻസിഷൻ എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഒരു കാര്യം കൂടി നിങ്ങൾ ചെയ്യണം. എന്താണ്? അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്ന കാര്യം കൂടി നിങ്ങൾ ചെയ്യണം. ഓക്കെ, സോ why climate taxonomy is important? It is investors ഒരു ക്ലാരിറ്റി കൊടുക്കും. അതായത് നിങ്ങൾക്ക് അറിയുമെന്നറിയില്ല, ഇപ്പോ നമ്മളെ ബിൽ ഗേറ്റ്സ് ഒരു ഇൻവെസ്റ്റ്മെന്റ് നടത്താനായിട്ട് പോവാണ്, ഇന്ത്യയിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് നടത്താൻ. സോ മേജർ ആയിട്ടുള്ള ക്ലൈമറ്റ് ആരാണ്? ക്ലൈമറ്റ് ലീഡേഴ്സ്, ഗ്രെറ്റ തുൻബെർഗ് അങ്ങനെയുള്ള ക്ലൈമറ്റ് ലീഡേഴ്സ് ബിൽ ഗേറ്റ്സിനെ ചെന്ന് കാണും. എന്നിട്ട് പറയും ഇന്ത്യ ഒരു എന്തല്ല എക്കോളജിക്കൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള കൺട്രി അല്ല, സോ നിങ്ങൾ അവിടെ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പാടില്ല എന്ന് ഒരു സജഷൻ. സോ അങ്ങനെയൊക്കെ ലോക ഇൻവെസ്റ്റ്മെന്റുകളെ സ്വാധീനിക്കുന്ന ഒരുപാട് പേരുണ്ട്. സോ അവർക്കെല്ലാം കൃത്യമായിട്ട് ഇൻഫർമേഷൻ എന്ത് ഇൻവെസ്റ്റേഴ്സിന് ക്ലാരിറ്റി കൊടുക്കുക, ഏതാണ് സസ്റ്റൈനബിൾ ആയിട്ടുള്ളത്, ഏതാണ് സസ്റ്റൈനബിൾ അല്ലാത്തത്. ദെൻ പ്രിവെന്റ്സ് ഗ്രീൻ വാഷിംഗ്. ഗ്രീൻ വാഷിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ കേട്ടിട്ടുണ്ട് വൈറ്റ് വാഷിംഗ്. വൈറ്റ് വാഷിംഗ് പോലെയുള്ള ഒരു ടൈമാണ് ഗ്രീൻ വാഷിംഗ് എന്ന് പറയുന്നത്. ഗ്രീൻ വാഷിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറിജിനലി അത് ഗ്രീൻ പ്രോഡക്റ്റ് അല്ല, അല്ലെങ്കിൽ സസ്റ്റൈനബിൾ പ്രോഡക്റ്റ് അല്ല. പക്ഷേ വിൽക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് പറഞ്ഞു? സസ്റ്റൈനബിൾ ആണ് എന്ന് പറയുന്നു. ഓക്കെ, സോ അതാണ് ഗ്രീൻ വാഷിംഗ് എന്ന് പറയുന്നത്. സോ ദെൻ ഇന്റർനാഷണൽ അലയൻസ് സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, പോളിസി ലീഡേഴ്സിന് വേണ്ടിയിട്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ക്ലൈമറ്റ് ടാക്സോണമി നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ടാക്സോണമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറെന്റ് ക്ലാസിഫിക്കേഷനുകളെയാണ് ടാക്സോണമി എന്ന് പറയുന്നത്. ഒരുപാട് ഡിവൈഡ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ ടോട്ടലി ഡിവൈഡ് ചെയ്യുന്നതിനാണ് ടാക്സോണമിക് ക്ലാസിഫിക്കേഷൻ. ബയോളജിയിൽ കേട്ടിട്ടില്ലേ ടാക്സോണമിക് ക്ലാസിഫിക്കേഷൻ? സോ അതിനെയാണ് ടാക്സോണമി എന്ന് പറയുന്നത്. സോ നമ്മൾ ഇവിടെ എന്താ ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ എക്കോളജിക്കൽ ഒബ്ജക്റ്റീവ്, എക്കോണമി അല്ല, എക്കോളജിക്കൽ ഒബ്ജക്റ്റീവിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നു. ദെൻ ഇവിടെ പെർട്ടിക്കുലർലി പറയുന്നത്, സോ ഇവിടെ പെർട്ടിക്കുലർലി പറയുന്നത് അക്കൗണ്ടബിലിറ്റിയെ കുറിച്ചാണ്. രണ്ട് രീതിയിലുള്ള അക്കൗണ്ടബിലിറ്റി നമ്മൾ ക്രിയേറ്റ് ചെയ്യണം ഇവിടെ പറഞ്ഞു. ഒന്ന് ആനുവൽ റിവ്യൂസ് ക്രിയേറ്റ് ചെയ്യണം. ഇത് കളിക്കണം ഇവിടെ. ഒന്ന് ആനുവൽ റിവ്യൂസ് ക്രിയേറ്റ് ചെയ്യണം. 5 ഇയർ കോംപ്രഹെൻസീവ് ആയിട്ടുള്ള റിവ്യൂസ് ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, സോ ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ഒരു പ്രശ്നമുണ്ടല്ലോ, സ്മോൾ ഫാമേഴ്സ് അല്ലെങ്കിൽ സ്മോൾ ഇൻവെസ്റ്റേഴ്സ്. സോ അവരെല്ലാം ഇതിൽ നിന്ന് പുറത്താകാനായിട്ട് സാധ്യതയുണ്ട്. സോ അവരെയും കൂടി കണക്കിൽ എടുത്തുകൊണ്ടുള്ള ഒരു അക്കൗണ്ടിങ് ആൻഡ് റിവിഷൻ പ്രോസസ്സുകളായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഈ ഒരു പെർട്ടിക്കുലർ ആർട്ടിക്കിൾ പറയുന്നത്. മനസ്സിലായോ? ദെൻ ഇൻക്ലൂസീവ് ആയിരിക്കണം, കണ്ടന്റിന് ക്ലാരിറ്റി ഉണ്ടാകണം. വെറുതെ പറയുന്നത് പോലെയല്ല നമ്മൾ ചെയ്യുന്നത്. ഇൻക്ലൂസീവ് ആയിട്ടുള്ള കാര്യങ്ങൾ, സ്മോൾ സ്കെയിൽ എന്റർപ്രണേഴ്സിനെ, മൈക്രോ മീഡിയം ആൻഡ് സ്മോൾ എന്റർപ്രൈസുകൾ അടക്കമുള്ളവരെ നമ്മൾ കാത്തു പരിപാലിക്കും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, സോ ഇതാണ് ഈ ഒരു ആർട്ടിക്കിൾ പറയുന്നത്. എന്തെങ്കിലും മിസ്സായിട്ടുണ്ടോ? ഓക്കെ, സോ ഇനി നമുക്ക് നെക്സ്റ്റ് ആർട്ടിക്കിളിലേക്ക് പോകാം. നെക്സ്റ്റ് ആർട്ടിക്കിൾ ഈസ് റിലേറ്റഡ് ടു ഹെൻറി വിവിയൻ ഡിറോസിയോ. പലരും പുസ്തകത്തിന്റെ റിവ്യൂ ആണെന്ന് പറഞ്ഞ് വിട്ടുകളയുന്ന ഒരു ആർട്ടിക്കിളാണ്, പക്ഷെ പുസ്തകത്തിന്റെ റിവ്യൂ അല്ല. ഹെൻറി വിവിയൻ ഡിറോസിയോനെ കുറിച്ചിട്ടുള്ള ഒരു ന്യൂസ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. ഒരു പുസ്തകത്തിന്റെ റിവ്യൂ ആണ്, പക്ഷെ നമുക്ക് ഇത് ഇമ്പോർട്ടന്റ് ആണ്. എവിടെയാണ്? മോഡേൺ ഇന്ത്യയിൽ സോഷ്യൽ റിഫോംസിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട കക്ഷിയാണ് ഈ ഹെൻറി വിവിയൻ ഡിറോസിയോ. ഏത് മൂവ്മെന്റ് ആണ് എന്ന് ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? അതായത് യങ് ബംഗാൾ മൂവ്മെന്റ് എന്ന് പറയുന്ന ഒരു മൂവ്മെന്റ്. സോ ഹെൻറി വിവിയൻ ഡിറോസിയോ എന്ന് പറഞ്ഞാൽ പെർട്ടിക്കുലർലി ഒരു അധ്യാപകനായിരുന്നു, ഒരു പോയറ്റ് ആയിരുന്നു. ദെൻ ഒരു സോഷ്യൽ റിഫോമിന് വേണ്ടി പ്രവർത്തിക്കാനായിട്ടുള്ള ഒരു ത്വരയുള്ള ഒരാളായിരുന്നു. സോ ഫ്രഞ്ച് റെവല്യൂഷനും എൻലൈൻമെന്റ് ഐഡിയാസ് എല്ലാം മുന്നിൽ കയറിയിട്ട്
ഇദ്ദേഹം അധ്യാപകനായിട്ട് ബംഗാളിലെ ഹിന്ദു കോളേജിലേക്ക് വരികയാണ്. ഹിന്ദു കോളേജിൽ ഒരു മറ്റം ചെറുപ്പക്കാരെ, ഇന്ത്യക്കാരായിട്ടുള്ള ചെറുപ്പക്കാരെ കണ്ടു ഇദ്ദേഹത്തിന്റെ വിപ്ലവ ഊർജ്ജം അങ്ങോട്ട് കളച്ചുകൊണ്ടി ഇദ്ദേഹം അവരോട് ബാക്കിയുള്ള ബ്രിട്ടീഷുകാർ ചെയ്യുന്ന അടിച്ചമർത്തലിന് പകരം എന്ത് ചെയ്തു? അവരോട് വിപ്ലവം പ്രസംഗിച്ചു. അവർക്ക് അവരുടെ സ്വത്വം മനസ്സിലാക്കി കൊടുത്തു. എന്നിട്ട് ഒരു മൂവ്മെന്റ് ക്രിയേറ്റ് ചെയ്തു. ഏതാണ് ആ മൂവ്മെന്റ്? യങ് ബംഗാൾ മൂവ്മെന്റ്. ഓക്കെ, സോ യങ് ബംഗാൾ മൂവ്മെന്റ് എന്ന് പറയുന്ന ഒരു മൂവ്മെന്റിന്റെ ഉപജ്ഞാതാവാണ് നമ്മളുടെ ഹെൻറി വിവിയൻ ഡെറോസിയോ. സ്പെക്ട്രം, നമ്മളുടെ മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിയുടെ സ്പെക്ട്രം എന്ന് പറയുന്ന ഒരു ബുക്കാണ് നിങ്ങൾ വായിക്കുന്നതെങ്കിൽ അതിൽ റിഫോംസ്, സോഷ്യൽ റിഫോംസ് പേജുകളിൽ, സോഷ്യൽ റിഫോംസ് എന്ന് പറഞ്ഞ ഒരു ചാപ്റ്റർ ഉണ്ടല്ലോ, അതില് രാജാ മോഹൻ റോയ് കഴിഞ്ഞാൽ അടുത്ത വരുന്ന ഒരാളാണ് ഈ ഹെൻറി വിവിയൻ ഡെറോസിയോ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സോ ബേസിക് ആയിട്ടുള്ള സ്റ്റാറ്റിക് ആയിട്ടുള്ള ജി കെ നമ്മൾ പഠിച്ചത് എന്താണ്? ഹെൻറി വിവിയൻ ഡെറോസിയോ, യങ് ബംഗാൾ മൂവ്മെന്റ്. ഓക്കെ, ദെൻ ഇവിടെ സോ ഡെറോസിയോ ക്രിട്ടിക്കൽ തിങ്കിങ് കൊണ്ടുവന്നു, സോഷ്യൽ ചേഞ്ച് കൊണ്ടുവന്നു, ഡെമോക്രാറ്റിക് വാല്യൂസ് കൊണ്ടുവന്നു. ഇത് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല, നിങ്ങൾ ഇതെല്ലാം വേണ്ടി പോകുന്നതെങ്കിൽ. പക്ഷേ പ്രിലിംസ് പെർസ്പെക്റ്റീവിൽ ഒരു ഫാക്ടർ നിങ്ങൾ കണ്ടുപിടിക്കണം. അത് ഈ ഒരു പുസ്തകത്തിന്റെ പേരാണ് ഫക്കീർ ഓഫ് ജംഗീര എന്ന് പറയുന്ന പുസ്തകം. ഏത് പുസ്തകമാണ്? ഫക്കീർ ഓഫ് ജംഗീര. ഇതൊരു പോയമാണ്. ആരെഴുതിയിരിക്കുന്നത്? ഹെൻറി വിവിയൻ ഡെറോസിയോ. സോ പ്രിലിംസിൽ ഒരു ക്വസ്റ്റ്യൻ ആയിക്കൂടെ പത്രത്തിൽ വന്നിട്ടുണ്ട്. ഫക്കീർ ഓഫ് ജംഗീര ഈസ് റിട്ടൺ ബൈ, എന്നിട്ട് മൗലവി മുഹമ്മദ് അബ്ദുള്ള ആദ്യത്തെ പേര്, അങ്ങനെ ഒരു മുസ്ലിം പേര് ലഭിക്കും. ദെൻ രണ്ടാമത് മഹാത്മാഗാന്ധി, നാലാമത് രവീന്ദ്രനാഥ് ടാഗോർ, അഞ്ചാമത് ഹെൻറി വിവിയൻ ഡെറോസിയോ. നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ രവീന്ദ്രനാഥ് ടാഗോർ ഫക്കീർ ഓഫ് ജംഗീര, ഫക്കീർ ആവുന്ന ഒരു മുസ്ലിം നാമധാരിയായിട്ടുള്ള ഒരു പേരായിരിക്കും എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഓപ്ഷൻ എയിൽ കുത്തും, ഉത്തരം തെറ്റിക്കൊണ്ടു. ഓക്കെ, സോ ഇങ്ങനെയുള്ള ട്രിക്കുകൾ യുപിഎസ്സി ഇടക്കിടക്ക് ചോദിക്കും. നമ്മൾ അപ്പൊ അതിനെല്ലാം കൃത്യമായിട്ട് പരിശീലിച്ചിരിക്കണം. ഓക്കെ, സോ ഫക്കീർ ഓഫ് ജംഗീര നമ്മുടെ സ്റ്റാറ്റിക് ആയിട്ടുള്ള കാര്യം തിരിച്ചു. യങ് ബംഗാൾ മൂവ്മെന്റ്, ഹെൻറി വിവിയൻ ഡെറോസിയോ. യുപിഎസ്സി എഴുതാൻ പോകുന്ന 9,99,000 പേര് പഠിക്കും. പക്ഷേ പത്രം വായിക്കുന്നവർക്ക് കിട്ടുന്ന ഒരു സാധനമുണ്ട്, ഫക്കീർ ഓഫ് ജംഗീര. ഈ ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ പത്രം വായിച്ചവർ മാത്രമേ എഴുതത്തുള്ളൂ. ഓക്കെ, സോ ഇതാണ് പത്രത്തിന്റെ. ഇങ്ങനെയുള്ള ചില ചോദ്യങ്ങൾ ചോദിക്കാനായിട്ട് സാധ്യത കുറവാണ്. ചോദിക്കോ ഇല്ലയോ എന്നുള്ളത് ബൗൺസർ ആണ്. ക്രിക്കറ്റിൽ നമുക്ക് ബൗൺസർ കിട്ടുന്നത് പോലെയാണ്. കിട്ടിയാൽ സിക്സർ, ഇല്ലെങ്കിൽ നമുക്ക് വിട്ടുകളയാം. സോ ഫക്കീർ ഓഫ് ജംഗീര ഏറ്റവും ഇമ്പോർട്ടന്റ് മറക്കരുത്. ഫക്കീർ ഓഫ് ജംഗീര ഈസ് റിട്ടൺ ബൈ ആരാണ്? നമ്മളുടെ ഹെൻറി വിവിയൻ ഡെറോസിയോ. സോ മറക്കല്ലേ, ഒരു പുസ്തകം ഇങ്ങനെ ഒരു പോയമാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. ഇങ്ങനെ ഒരു പോമാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. സോ യങ് ബംഗാൾ മൂവ്മെന്റ് ആൻഡ് ഹെൻറി വിവിയൻ ഡെറോസിയോ. And the next article, is there any article? No, this is the last article. So ഇന്ന് നമ്മളൊന്ന് നടന്നിട്ടാണ് ക്ലാസ് എടുത്തത്. സോ അതിന്റെ ചില പരിമിതികളുണ്ട്. സ്ലൈഡുകൾ ഇടയ്ക്കിടയ്ക്ക് മാറി പോകുന്നുണ്ട്, എല്ലാവരും കണക്ഷൻ കട്ടായി പോകുന്നുണ്ട്. സോ പ്ലീസ് കോർപ്പറേറ്റ്. നമുക്ക് അടുത്ത ദിവസം ഇതെല്ലാം ശരിയാക്കിയിട്ട് വീണ്ടും നമ്മുടെ പഴയ ക്ലാസ്സുകളിലേക്ക് വരും. ഇവിടെ റിനോവേഷന്റെ ചില പരിപാടികൾ നടത്തുന്നതാണ് ഇങ്ങനെ ഒരു സിസ്റ്റത്തിലേക്ക് മാറേണ്ടി വന്നത്. ഓക്കെ, സോ 5 ആർട്ടിക്കിൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തു എന്ന് ഞാൻ വിചാരിക്കുകയാണ്. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ, എനിക്ക് ഇത് അത്ര സാറ്റിസ്ഫൈഡ് ആയിട്ട് ക്ലാസ് എടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. സോ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ പേഴ്സണൽ ആയിട്ട് കോൺടാക്ട് ചെയ്യും. സോ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്യാം. നെക്സ്റ്റ് ക്ലാസ്സുകളിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ.